السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട സദസ്സിലിരുന്നും വിദൂരത്തു നിന്നും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നിരുപാധികം ഇടതടവില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് സദാ വർഷിച്ചു കൊണ്ടേയിരിക്കുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ആജ്ഞകളും കൽപ്പനകളും നിരോധനങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലുമെല്ലാം കൃത്യമായി പാലിച്ച് അകവും പുറവും പരിശുദ്ധമായ രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ ഇരുത്തവും സംസാരവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മുടെ രക്ഷിതാവ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ, സമാധാനത്തോടെ, ശാന്തിയോടെ കൂടിയിരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെങ്ങനെ ഇവിടെ കൂടിയിരിക്കാൻ നമുക്ക് അവസരം ലഭിച്ചത്. നമുക്കതിനുള്ള മനസ്സുണ്ടായത് അള്ളാഹുവിൻ്റെ വിലമതിക്കാനാവാത്ത തൗഫീഖ് കൊണ്ടൊന്ന് മാത്രമാണ്. പണ്ടത്തെ കാലം പോലെയല്ല. പണ്ടൊക്കെ ഇത്തരം സദസ്സുകളിൽ വന്നിരിക്കുവാനും കേൾക്കുവാനും ഒക്കെ ആളുകൾക്ക് ആവേശവും ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്താണെന്ന് വെച്ചാൽ എന്റർടൈൻമെന്റുകളുടെ അതിപ്രസരം മൂലം മണിക്കൂറുകൾക്ക് സെക്കൻഡുകളുടെ വിലയില്ലാതായിരിക്കെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വെറുതെ തന്റെ ചാരുകസേരയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ
2, 3, 4 മണിക്കൂറുകളൊക്കെ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ഇത്രയും മണിക്കൂറുകൾ റീൽസുകളിലൂടെ, ഷോർട്സുകളിലൂടെ, വീഡിയോകളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന സത്യം തിരിച്ചറിയുക. നമുക്ക് ആസ്വദിക്കാനും ആനന്ദിക്കാനും അനുഭവിക്കാനും കുന്നോളം സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിലും ഒരു പരിതസ്ഥിതിയിലുമാണ് എനിക്കിപ്പോ തൽക്കാലത്തേക്ക് ഇതൊന്നും വേണ്ട, ഞാൻ എൻ്റെ റബ്ബിനെ കുറിച്ച് പറയുന്നത് കുറച്ച് കേൾക്കട്ടെ, ദീനിയായ സംസാരം കുറച്ച് കേൾക്കട്ടെ എന്ന് വിചാരിച്ചെന്ന മനസ്സോടെ ഈ ഒരു ഓഡിറ്റോറിയത്തിനുള്ളിൽ ഇങ്ങനെ വന്നിരിക്കാൻ ചെറിയ തൗഫീഖൊന്നും പോരാ, ചെറിയ ഭാഗ്യമൊന്നും പോരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഭാഗ്യം എന്നെന്നും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ആഖിറത്തിന് വേണ്ടി ജീവിക്കാനുള്ള മനസ്സും മനസ്സാന്നിധ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകത്ത് നിരുപാധികമായ അധികാരം നിലനിർത്താനുള്ള ഉപാധി ഏതാണെന്ന് ചോദിച്ചാൽ 2 കാര്യമാണ്. ഒന്ന് ആത്മീയതയാണ്, 2 മതമാണ്. ഇതിലൂടെ മാത്രമേ നിരുപാധികം, അൺകണ്ടീഷണൽ കൺട്രോൾ നിലനിർത്താൻ സാധിക്കുള്ളൂ. നിരുപാധികമായ നിയന്ത്രണം. ഒരു ജനവിഭാഗം എന്ത് പറഞ്ഞാലും വിശ്വസിക്കണം, എന്ത് പറഞ്ഞാലും അനുസരിക്കണം, എന്ത് പറഞ്ഞാലും കേൾക്കണം, എന്ത് നൽകാൻ പറഞ്ഞാലും നൽകണം. അത്രത്തോളം പേടിയോടെ, പ്രതീക്ഷയോടെ, ഭയത്തോടെ, ഭയപ്പാടോടെ സ്വയം സമർപ്പിച്ചുകൊണ്ട് നിലനിൽക്കണമെങ്കിൽ അതിനുള്ള വഴി ആത്മീയതയും ഈ പറയുന്ന മതവും മാത്രമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭൗതികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭരണം നിലനിർത്തുക എന്നാൽ വലിയ പ്രയാസമുള്ള വിഷയം തന്നെയാണ്. ഇപ്പൊ ഫാസിസ്റ്റുകൾ പലപ്പോഴും അവരുടെ ഭരണം നിലനിർത്തുക, അവർ നടത്തിയ വികസനങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടോ ജനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന വാദപ്രതിവാദങ്ങളിലൂടെയോ അല്ല, മറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വളരെ വൃത്തികെട്ട പകയുടെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും വിത്തുകൾ പാകുകയും ആ വിത്തുകൾക്ക് കൃത്യമായ വൃത്തികേടിന്റെ വളവും വെള്ളവും നൽകുകയും എന്നിട്ട് ആ വെറുപ്പിന്റെ ചെടികളെ വലിയ വടവൃക്ഷമായി വളർത്തുകയും ചെയ്ത് അതിന്റെ വിഷക്കനികളാണ് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റുകളുടെ അധികാരം നിലനിർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. ജനങ്ങളോട് ബൗദ്ധികമായി സംവദിച്ച് അവരുടെ ചിന്തയെ ഉദ്ദീപിപ്പിച്ച് അവർക്ക് കൃത്യമായ മാർഗദർശനം നൽകി അവരെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുളത്തിൽ ചൂണ്ടലിട്ട് മീൻ പിടിക്കുന്നത് പോലെയാണ്. ഒരുപക്ഷെ മണിക്കൂറുകളോളം ആ ചൂണ്ടലിട്ട് കുളത്തിൽ നമ്മൾ കാത്തിരുന്നാലും ഒരു മീൻ പോലും ഇരയിൽ കൊത്തിയെന്ന് വരില്ല. ഒരു മീനിനെ പോലും നമുക്ക് പിടിക്കാൻ കിട്ടിയെന്ന് വരില്ല, ലഭിച്ചെന്ന് വരില്ല. വലിയ അധ്വാനമുള്ള വിഷയമാണ്. എന്നാൽ ആ കുളത്തിൽ നമ്മൾ അല്പം വിഷം കലർത്തി കഴിഞ്ഞാൽ ആ കുളത്തിലുള്ള സകല മീനുകളും നിമിഷങ്ങൾക്കകം ചത്ത് മുകളിലേക്ക്, അതിന്റെ മുകൾ പരപ്പിലേക്ക് പൊന്തും. ഇതാണ് എക്കാലഘട്ടത്തിലും ആത്മീയ ചൂഷണവും മതചൂഷണവും മനുഷ്യന്റെ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ടും അവരുടെ കൺട്രോൾ, അവരുടെ നിയന്ത്രണം നിലനിർത്തുന്ന പുരോഹിതന്മാരും അധികാരികളും എന്നെന്നും ചെയ്തിട്ടുള്ളത് ഇതുതന്നെയാണ്. ഈ ആളുകൾ വളരെ പ്രധാനമായി മുതലെടുക്കുന്ന 3 വികാരങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് ഭയമാണ്, രണ്ടാമത്തത് പ്രതീക്ഷയാണ്, മൂന്നാമത്തത് വെറുപ്പാണ്. ഈ 3 വികാരങ്ങൾ മുതലെടുത്തിട്ടായിരിക്കും ഈ പറയുന്ന ആളുകൾ കൃത്യമായി അവരുടെ അധികാരങ്ങൾ നിലനിർത്തുക. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ കഴിഞ്ഞുപോയ ധിക്കാരികളുടെയും അഹങ്കാരികളുടെയും പട്ടികയിൽ തലയെടുപ്പോട് നിൽക്കുന്ന ഒരു ഭരണാധികാരിയുണ്ട്. ഫിർഔൻ എന്നാണ് പേര്. നമുക്കെല്ലാം പരിചിതമുള്ള ഒരു പേരാണത്. പരിശുദ്ധ ഖുർആനിൽ ഫിർഔനിന്റെ ധിക്കാരത്തെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചും റബ്ബ് സുബ്ഹാനഹു വ തആല എമ്പാടും സംസാരിച്ചിട്ടുണ്ട്. ഈ ഫിർഔനിന്റെ അധികാരം നിലനിർത്തപ്പെട്ടത് എങ്ങനെയാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ലോകത്തെ 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് പിരമിഡുകൾ. ഈജിപ്തിലും പല രാജ്യങ്ങളിലുമായി പരന്നു കിടക്കുന്ന പിരമിഡുകൾ 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ പിരമിഡുകൾ? പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ ജാറങ്ങളാണ്. നമ്മുടെ നാട്ടിലെ കുട്ടി ജാറങ്ങളുടെ തലതൊട്ടപ്പൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആരുടെ ജാറങ്ങളാണ്?
ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ആരാധനയോടുകൂടി മാത്രം, ആദരവോടുകൂടി മാത്രം കണ്ടിരുന്ന, സൂര്യഭഗവാന്റെ പുത്രന്മാരായി കണ്ടിരുന്ന ഫറോവ ചക്രവർത്തിമാരുടെ കുടുംബത്തിൽ നിന്ന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ചക്രവർത്തിമാരെ അടക്കം ചെയ്യാൻ അവരുണ്ടാക്കിയ വലിയ കെട്ടിടങ്ങളാണ്, അല്ലെങ്കിൽ വലിയ ശില്പങ്ങളാണ് യഥാർത്ഥത്തിൽ പിരമിഡുകൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചില ആളുകൾ മരിച്ചാൽ അവർക്ക് വേണ്ടി ജാറങ്ങൾ പണിയുന്നത് പോലെ, ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് പോലെ, ഫറോവ ചക്രവർത്തിമാരുടെ ആദരവിനും ബഹുമാനത്തിനും സൂചകമായി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ലോകത്തുള്ള പിരമിഡുകൾ എന്ന് ചരിത്രം പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഫിർഔനിന്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഈ മൂന്ന് വികാരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിൽ ഫിർഔൻ ഒരു പരിധിവരെ ആ കാലഘട്ടത്തിൽ വിജയിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഫിർഔൻ എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നാസിആത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു പറയാണ്, ഫിർഔൻ അവന്റെ ജനതയോട്, അനുയായികളോട് പറയുന്നു, ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്. വെറും രക്ഷിതാവല്ല, അന റബ്ബുകുമുൽ അഅ്ലാ, നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ് ഞാനാകുന്നു എന്ന് ഫിർഔൻ അവരോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ രക്ഷിതാവിന്റെ ഒരു ദൈവത്തിന്റെ മുഖം നിലനിർത്തുന്നതിന് വേണ്ടി ഫിർഔൻ എടുത്ത നടപടികൾ എന്താണ്? ഫിർഔൻ എടുത്ത കാര്യങ്ങൾ, നിലപാടുകൾ, ഫിർഔൻ ഉണ്ടാക്കിയ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ആ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഫിർഔനിന് വേണ്ടി പണിയെടുക്കുന്ന മായാജാല വിദ്യക്കാരുണ്ടായിരുന്നു, സാഹിര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സാഹിര്യങ്ങൾ പല ചെപ്പടി വിദ്യകളും കാണിച്ചിരുന്നു, കൺകെട്ട് വിദ്യകളും കാണിച്ചിരുന്നു. എന്നിട്ട് അവർ പ്രചരിപ്പിച്ചത് എന്താണ്? ഇതെല്ലാം ഫിർഔനിന്റെ അത്ഭുത സിദ്ധിയാണ്, ഫിർഔനിന്റെ ദിവ്യത്വത്തിന്റെ തെളിവാണ്, ഫിർഔനിന്റെ അമാനുഷികതയുടെ തെളിവാണെന്ന് പറഞ്ഞ് തങ്ങൾ എന്ത് തെറ്റുകൾ ചെയ്താലും, വളരെ രഹസ്യമായി ഫിർഔനിനെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞാലും, കുറ്റം പറഞ്ഞാലും, വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഫിർഔനുമായുള്ളൊരു വിയോജിപ്പിനെ കുറിച്ച് സംസാരിച്ചാലും അതെല്ലാം അറിയാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ദിവ്യ പുരുഷനാണ് തങ്ങളുടെ രാജാവെന്നായിരുന്നു ആ കാലഘട്ടത്തിലുള്ള സാഹിര്യങ്ങൾ ഫിർഔനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ഫിർഔൻ പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്, അലൈസലീ മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ, ഈ മിസ്റിന്റെ അധികാരം എനിക്കല്ലയോ, ഈ താഴ്ഭാഗത്തൂടെ ഒഴുകുന്ന അരുവികളുടെ മുഴുവൻ അധികാരം എനിക്കല്ലയോ, അഫലാ തുബ്സിറൂൻ, അഫലാ തുബ്സിറൂൻ, നിങ്ങളത് കാണുന്നില്ലേ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിൽ നിന്ന് ജനങ്ങളുടെ കണ്ണ് തിരിച്ചുവിടുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, കൃത്യമായ അനാവശ്യമായ പ്രതീക്ഷയും ഭയവും അവരുടെ മനസ്സിലുണ്ടാക്കുന്നതിന്റെ ഫിർഔനിന്റെ ശ്രമത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ജനങ്ങളിൽ അനാവശ്യമായ പ്രതീക്ഷയുണ്ടാക്കുക, നിരർത്ഥകമായ പ്രതീക്ഷയുണ്ടാക്കുക, അതിനുവേണ്ടി ചെപ്പടി വിദ്യകളും സാഹിര്യങ്ങളെയും മായാജാലക്കാരെയും ഉപയോഗിക്കുക എന്നത് ഫിർഔനിന്റെ ഒരു രീതിയായിരുന്നു. മാത്രമല്ല, ആത്മീയമായ രീതിയിലും ഭൗതികമായ രീതിയിലും തന്റെ അനുയായികളെ, തന്റെ പ്രജകളെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നിർത്തുന്നതിൽ ഫിർഔൻ വിജയിക്കുകയും ചെയ്തു. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ചില ആളുകൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് കണ്ടിട്ട് സത്യം മനസ്സിലാക്കി, യാഥാർത്ഥ്യം മനസ്സിലാക്കി, ഇസ്ലാമിന്റെ വെള്ളിവെളിച്ചത്തിലേക്ക്, തൗഹീദിന്റെ ഫിത്രത്തിലേക്ക് കടന്നു വന്നപ്പോ ഫിർഔനിന്റെ മറുപടി എന്തായിരുന്നു? ലഉഖത്അന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ് ثم لأصلبنكم أجمعين, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ വിപരീത ദിശയിൽ നിന്ന് മുറിച്ചു കളയുന്നതാണ്, എന്നിട്ട് നിങ്ങളെ കുരിശിൽ തറച്ചു കൊല്ലുന്നതാണെന്ന ഫിർഔനിന്റെ ഭീഷണിയെ കൃത്യമായി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നമുക്ക് കാണാം. തൗഹീദിന്റെ പാന്താവിലേക്ക് പ്രവേശിക്കുന്ന മുവഹിദുകളായ ആളുകൾക്ക് ബഹിഷ്കരണം നൽകി, അവർക്ക് പീഡനങ്ങൾ നൽകി, അവരെ നാടുകടത്തി, അവരെ സകല പലതരത്തിലും ഉപദ്രവിച്ചുകൊണ്ട് ഉള്ള ഒരു ചരിത്രം കേരളക്കരയിലും നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഫിർഔൻ അവന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി ഉപയോഗിച്ച മറ്റൊരു വിദ്യയാണ് വെറുപ്പ് എന്ന് പറയുന്നത്. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ്
യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അദീം. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പ്രസ്താവിച്ചിട്ടുള്ള ചരിത്ര ശകലമാണ്. അതിൽ അല്ലാഹു പറഞ്ഞു തരുന്നത് എന്താണ്? ഇസ്രായേലിലെ സന്തതികളിലെ ആൺകുട്ടികളെ ഫിറഔനിന്റെ പടയാളികൾ അതാ വന്നിട്ട് കൊന്നുകളയുകയാണ്, വധിച്ചു കളയുകയാണ്. എന്തിനു വേണ്ടിയാണത്? ഈ സമുദായം വളർന്നു വലുതായി കഴിഞ്ഞാൽ ഈജിപ്തിന്റെ അധികാരം ഇവർ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണിവർ. അതുകൊണ്ടാണ് ഞാൻ ഇവരെ കൊന്നുകളയുന്നത് എന്നൊരു മിഥ്യാധാരണ ഫിറഔനിന്റെ പടയാളികൾക്കും ഫിറഔനിന്റെ കിംവദന്തി ഡിപ്പാർട്ട്മെന്റിനും കൃത്യമായി ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞത് വരുന്നത്, പ്രിയപ്പെട്ടവരെ, ലോകത്ത് ജനങ്ങളെ അന്യായമായും അധാർമികമായും നിയന്ത്രിച്ചിരുന്ന പുരോഹിതന്മാരാകട്ടെ അധികാരികളാകട്ടെ, അവർ പ്രധാനമായും മുതലെടുത്തിരുന്ന 3 വികാരങ്ങൾ: ഒന്ന് ഭയമാണ്, ഒന്ന് പ്രതീക്ഷയാണ്, ഒന്ന് വെറുപ്പാണ്. അഭിനവ കാലഘട്ടത്തിലെ ആധുനിക കാലഘട്ടത്തിലെ പുരോഹിത വർഗങ്ങളും ഇന്ന് കൃത്യമായി ഉപയോഗിക്കുന്നത് ഈ ഒരു പാറ്റേൺ തന്നെയാണ്, ഈ ഒരു വിഷയം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അവരും കൃത്യമായി ഉപയോഗിക്കുന്നത് എന്ന് ചുറ്റുപാടും പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി വിശ്വാസികളുടെ ഭയത്തെ ചൂഷണം ചെയ്യുകയാണ്. നിങ്ങൾ വയനാടിലേക്കുള്ള യാത്രാമധ്യേ വയനാടിലേക്കുള്ള ചുരം കയറുമ്പോ 3-4 ചുരങ്ങളുണ്ട്. ആ ചുരങ്ങളുടെ താഴെയും മേലെയും ചില ജാറങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ജാരങ്ങളുടെ ഉത്ഭവത്തിന്റെ ചരിത്രം എന്താണ്? പണ്ട് കാലങ്ങളിലൊക്കെ ചുരം കയറി പോകുക എന്ന് പറഞ്ഞാൽ വിജനമായ മലമ്പാതയിലൂടെ ഒറ്റക്ക് വാഹനങ്ങൾ കയറ്റിക്കൊണ്ടുപോകുന്ന ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനയും പേടിയും പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. വന്യമൃഗങ്ങൾ ഉണ്ടാവാം, കൊള്ളക്കാരുണ്ടാവാം, മണ്ണിടിച്ചിലുണ്ടാവാം, പേമാരിയും കൊടുങ്കാറ്റും ഉണ്ടാവാം. നാട്ടിൽ തിരിച്ചെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഈ ഭയപ്പാടോടുകൂടി ആ ചുരം കയറാൻ തുനിയുന്ന യാത്രക്കാർക്ക് മുന്നിൽ അതാ ഇവർ കൊണ്ടുവന്ന് വെക്കുകയാണ് ഒരു ഔലിയയുടെ ജാറം, ഒരു വലിയന്റെ ജാറം. ആ ജാറം കാണുമ്പോ അതിലേക്ക് 10, 20, 50, 100, 500 ഇട്ടുകൊണ്ട് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലുമുള്ള ആളുകൾ വിചാരിക്കുന്നത് എന്താണ്? തങ്ങളുടെ ഭയപ്പാടിനുള്ള, തങ്ങളുടെ പേടിക്കുള്ള, തങ്ങളുടെ പ്രതിസന്ധിക്കുള്ള ഒരു അവലംബമാണിതെന്ന് അവരതാ മനസ്സിൽ വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ മനസ്സിന്റെ ഭയത്തെ ചൂഷണം ചെയ്യുകയാണ്. ഏതൊക്കെ രീതിയിൽ പറ്റുമോ ആ രീതിയിലെല്ലാം ചൂഷണം ചെയ്യുകയാണ്. ഔലിയാക്കളുടെ പൊരുത്തക്കേട് കെട്ടിക്കഴിഞ്ഞാൽ വലിയ അപകടമുണ്ടാകുമെന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഔലിയാക്കളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, ഔലിയാക്കൾ എന്നിവർ പറയുന്ന ആളുകളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും ജീവിതത്തിൽ മഹാ അപകടങ്ങൾ ഉണ്ടാകും, മഹാമാരികൾ ഉണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞ് സാധാരണക്കാരായ പാമര ജനങ്ങളെ പറ്റിച്ച് നിലക്ക് നിർത്തുന്ന ശോചനീയമായ കാഴ്ചയാണ് കേരളക്കരയിൽ മുഴുവനുമായി നമുക്ക് കാണാൻ സാധിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്നിന്റെ കാലഘട്ടത്തിലെ പുരോഹിത വർഗം അവരുടെ പോക്കറ്റ് വീർപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ മഈഷത്ത് നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിലുള്ള ഭയമാണ്, പേടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലേക്ക് ഒരു പേടി തോന്നിക്കഴിഞ്ഞാൽ, ഒരു ഭയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടതെന്നാണ്? യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഖുൽ നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരോട് പറയുക, ലയുസീബനാ, ഞങ്ങൾക്ക് ബാധിക്കുകയില്ല, ഞങ്ങളെ സ്പർശിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ വിധിച്ചതല്ലാതെ, ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി എന്ന് പറയാൻ പറയുക നബിയെ. മുസ്ലിമിന് ഭയപ്പാടുണ്ടായി കഴിഞ്ഞാൽ ഇതാണ് അവന്റെ പ്രതികരണം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അവരോട് പറയപ്പെട്ടാൽ, നിങ്ങൾക്കെതിരെ ജനങ്ങൾ ഇതാ സംഘടിച്ചിരിക്കുകയാണ്, അവർക്ക് ആൾബലമുണ്ട്, ആയുധമുണ്ട്, അധികാരമുണ്ട്, സർവസന്നാഹങ്ങളുമുണ്ടെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരുടെ പ്രതികരണം എന്താണ്? ഫസാദഹും ഈമാനാ,
അവരുടെ ഹൃദയത്തിന്റെ ഈമാനത വർദ്ധിക്കുകയാണ്. വഖാലു, എന്നിട്ട് അവർ പറയുകയാണ്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിതാവ് മതിയായവനാണ്. വനിഅ്മൽ വക്കീൽ, ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലത് അവൻ തന്നെയാണ്. ഭയപ്പാടിന്റെ സമയത്ത് ഒരു മുസ്ലിമിന്റെ മനോവ്യവഹാരം ഇതാകണമെന്നാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിന്റെ വഴികാട്ടികളായി ഉമ്മത്തിന്റെ മഹാഭൂരിപക്ഷവും വിശ്വസിക്കുന്ന ഈ പുരോഹിത വർഗങ്ങൾ ഉണ്ടല്ലോ, ഈ ഉമ്മത്തിന്റെ മനസ്സിനെ നയിക്കുന്നത് എങ്ങോട്ടേക്കാണ്? നിഷ്പക്ഷമായി ഒന്ന് ആലോചിച്ചു നോക്കുക. ഔലിയാക്കളിലേക്കാണ്, ശുഹദാക്കളിലേക്കാണ്, അമ്പിയാക്കളിലേക്കാണ്, തങ്ങന്മാരിലേക്കാണ്, ആയിരക്കണക്കിന് വരുന്ന ശക്തികളിലേക്കും വ്യക്തികളിലേക്കും ബാവമാരിലേക്കും ബിബിമാരിലേക്കും തങ്ങന്മാരിലേക്കും ജിന്നുമ്മമാരിലേക്കുമാണ് ഇന്നിന്റെ പുരോഹിത വർഗം ഈ പാമര ജനങ്ങളുടെ മനസ്സിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, തളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിലുണ്ടാകുന്ന ഭയപ്പാടിനെ അവർ ചൂഷണം ചെയ്യുകയാണ്. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയാണ് മനസ്സിലുണ്ടാക്കി കൊടുക്കുന്നത്. എന്തൊക്കെയോ പ്രതീക്ഷയാണ്. എന്റെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെല്ലാം മാറ്റാൻ ഈ പറയുന്ന വലിയന് സാധ്യമാണ്, ഈ പറയുന്ന ശുഹദാക്കൾക്ക് സാധ്യമാണെന്ന വിദ്യാധാരണ മനുഷ്യരുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുന്നതിൽ പുരോഹിത വർഗങ്ങൾ വിജയിച്ചു എന്നതാണ്. ബോംബെയുടെ തെരുവീതികളിൽ പ്രിയപ്പെട്ടവരെ ഒരു ജാറമുണ്ട്. ആ ജാറത്തിന്റെ പരിസര പ്രദേശത്തുള്ള ബീച്ചുകളിൽ അവിടെയുള്ള വെള്ളത്തിന് ഉപ്പ് രസം നഷ്ടപ്പെട്ടു, എന്നിട്ട് മധുരം ഉണ്ടാവുകയാണ്, മധുരത്തിന്റെ രസമുണ്ടാവുകയാണ്. ആളുകളതായി വാർത്ത കേട്ട് ആളുകൾ ഇങ്ങനെ ഓടിക്കൂടുകയാണ്. എന്തിനു വേണ്ടി? ഔലയുടെ കറാമത്താണ്, വലിയന്റെ കറാമത്താണ്. കടലിന്റെ ഉപ്പ് രസം നഷ്ടപ്പെട്ട് ഇതാ വെള്ളത്തിന് മധുരം ഉണ്ടായിരിക്കുന്നു എന്ന വലിയത്തിന്റെ കറാമത്ത്, ആ കറാമത്ത് ആസ്വദിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ഇങ്ങനെ കടലിന്റെ കരയിലേക്ക് ഒഴുകുകയാണ്. ആളുകളൊക്കെ ആവേശത്തോടെ നന്നായി കോരി വാരി കുടിച്ചു. അവസാനം ഗവൺമെന്റ് എന്താണ് അതിന്റെ കാരണം എന്ന് പരിശോധിച്ചപ്പോ ബോംബെയിലെ അമിതമായ വേസ്റ്റ് ഡിസ്പോസൽ കടലിലേക്ക് വലിച്ചെറിഞ്ഞതുകൊണ്ട് കടലിന്റെ വേസ്റ്റിന്റെ അളവ് കൂടിയിട്ട് അതിന്റെ ഉപ്പുരസം നഷ്ടപ്പെട്ട് മധുരത്തെ തോന്നിപ്പിക്കുന്ന ഒരു രസം വന്നതാണ്. കുടിച്ചോനൊക്കെ ഹോസ്പിറ്റലിലായി. എന്തുകൊണ്ടാണ് ജനങ്ങൾ മുന്നും പിന്നും നോക്കാതെ ഇങ്ങനെ സംഭവം ഉണ്ടാവുമ്പോൾ ഇത് വലിയ കറാമത്താന്ന് പറഞ്ഞാൽ ഓടി അങ്ങോട്ട് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊരു ഉത്തരവ് അതിനില്ല. ജനങ്ങളുടെ പ്രതീക്ഷ പടച്ചോനിലല്ല, ഈ ഔലിയാക്കളിലാണ്, ഈ വലിയകളിലാണ്. അങ്ങനെ ആക്കി മാറ്റുന്നതിൽ പുരോഹിത വർഗം വിജയിച്ചു എന്നതാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ചില ജാറങ്ങൾ. കയ്യിന് അസുഖം വന്നാൽ കയ്യപ്പം, കാലിന് അസുഖം വന്നാൽ കാലപ്പം, കണ്ണിന് അസുഖം വന്നാൽ കണ്ണപ്പം, വായക്ക് അസുഖം വന്നാൽ വായപ്പം. ഇങ്ങനെ ഏത് അവയവത്തിനാണോ അസുഖമുള്ളത് ആ അവയവത്തിന്റെ ആകൃതിയിലുള്ള അപ്പങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്റെ നാട്ടിൽ പാപ്പിനിശ്ശേരിയിലുണ്ട് ഒരു 3 പെറ്റുമ്മ മക്കാം. അതിലെ സഞ്ചരിച്ച ആളുകൾക്കൊക്കെ അറിയാം. അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ ആ വഴി ഉറൂസിനും സിയാറത്തിനൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ അറിയാം. എന്താണ് അവിടെ ആ മഹദി എന്ന് പറയപ്പെടുന്നവരുടെ മക്ബറയിലേക്ക് ജാറത്തിലേക്ക് പോകുന്നതിന് മുന്നേ പുറത്തിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും കുട്ടിക്കുപ്പായം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടുന്ന് വാങ്ങിക്കാം. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യും? അവിടുന്ന് പൈസ കൊടുത്ത് ഈ കുട്ടിക്കുപ്പായൊക്കെ വാങ്ങിച്ച് ഉസ്താദിന്റെ കയ്യിൽ അവിടെ കൊടുക്കും. ഇതെന്തിനാണ്? ഈ മഹദി മരിച്ചുപോയൊരു സ്ത്രീക്ക് എന്തിനാണ് പ്രിയപ്പെട്ടവരെ, 3 കുട്ടികൾക്കും സ്ത്രീക്കും എന്തിനാണ് ഈ കുട്ടിക്കുപ്പായം എന്ന് ആലോചിക്കാനുള്ള ബുദ്ധി മനുഷ്യർക്കില്ല. തങ്ങളുടെ സന്താനമില്ലായ്മ എന്ന വന്ധ്യത എന്ന വലിയ പ്രതിസന്ധിയെ പരിഹരിക്കാൻ ഈ പറയുന്ന ഈ കിടക്കുന്ന വലിയത്തിന് കഴിയുമെന്ന ചിന്തയോടുകൂടി, ഈ ബീവിക്ക് കഴിയുമെന്ന ചിന്തയോടുകൂടി വളരെ യുക്തിഹീനമായ, യുക്തിയില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ. കാരണം അത്രത്തോളം പ്രതീക്ഷയാണ് അവർക്ക് തങ്ങളുടെ പ്രതിസന്ധികൾ മാറ്റാൻ ഈ മഹദിക്ക് കഴിയുമെന്നതിനെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര പാട്ടുകളും മാലമൗലിദുകളുമാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുക. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇതൊന്നും യാദൃച്ഛികമായി സംഭവിക്കും. നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കൃത്യമായി മൊയ്തീൻ മാല പാടുന്ന ഒരാളെ മനസ്സിലേക്ക് ആരാണ് വരിക? പടച്ചവും വരുമോ, മൊയ്തീൻ ശൈഖ് വരുമോ? മൊയ്തീൻ ശൈഖ് വരും, ഒരു സംശയമില്ല. എന്താ കാര്യം? മൊയ്തീൻ മാല കൃത്യമായി പാടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കേൾക്കുന്നത് എന്താണ്? വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതുത്തീരം നൽകും ഞാൻ എന്നോവർ. ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ എവിടെ വെച്ച് എന്നെ വിളിച്ചാലും, ഏത് കാര്യത്തിന് എന്നെ വിളിച്ചാലും, ഏത് ഭാഷയിൽ എന്നെ വിളിച്ചാലും,
ഏത് നേരത്തെ എന്നെ വിളിച്ചാലും നിങ്ങളുടെ വായ വിളിച്ച വായ മൊയ്തീൻ ശൈഖ് യാ ഗൗസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ചുണ്ടുകൾ മൂടുന്നതിന്റെ മുന്നേ എന്റെ ഉത്തരം നിങ്ങളിലേക്ക് വന്നെത്തുമെന്ന് മൊയ്തീൻ ശൈഖ് പറഞ്ഞു എന്നാണ് പറയുന്നത്. മആദല്ലാഹ്, തന്റെ പുരുഷായുസ് മുഴുവൻ തൗഹീദിന് വേണ്ടി പടവെട്ടിയ മനുഷ്യൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണം മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിങ്ങനെ പാടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, ഇത് അർത്ഥമറിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കാട്ടിലകപ്പെട്ടാലും മരുഭൂമിയിലകപ്പെട്ടാലും കടലിലകപ്പെട്ടാലും വിജനപ്രദേശത്തകപ്പെട്ടാലും അവന്റെ മനസ്സിലേക്ക് വരുന്ന വിളിയേതാണ്? അല്ലാ എന്നായിരിക്കുമോ? ഒരിക്കലുമല്ല. അവൻ മൊയ്തീൻ ശൈഖിനെ മാത്രമേ വിളിക്കുകയുള്ളൂ, ജീലാനി തങ്ങളെ മാത്രമേ വിളിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ഹൃദയത്തിന്റെ വേദന, മനസ്സിന്റെ നൊമ്പരം ആർക്കും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഭാര്യക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, ഭർത്താവിന് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ഈ ഹൃദയത്തിന്റെ വേദനയൊന്ന് യഥാർത്ഥത്തിൽ പരിഹരിച്ചു തരാൻ ഒരാൾക്കും സാധിക്കുന്നില്ല എന്നൊരവസ്ഥ നമുക്കൊക്കെ വരാറുണ്ട്. നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, പടച്ചോനെ, ഈ ദുനിയാവിൽ എന്റെ ഹൃദയത്തിന്റെ വേദന, എന്റെ മനസ്സിന്റെ നൊമ്പരം മനസ്സിലാക്കാൻ ഒരാളും തന്നെ ഇല്ലേ എന്ന് നമ്മൾ അറിയാതെ ആലോചിച്ചു പോകാറുണ്ട്. അതിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു മറുപടി ഉണ്ട്. എന്താണെന്നറിയുമോ? യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവൻ അല്ലാഹുവാണ്, ഹൃദയത്തിന്റെ മന്ത്രം അറിയുന്നവൻ അല്ലാഹുവാണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ പടച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഹൃദയാന്തരങ്ങളിലെ മന്ത്രം അവൻ നാവ് കൊണ്ട് പറയാതെ, അവൻ ചുണ്ടനക്കാതെ, അവൻ പേപ്പറിൽ എഴുതാതെ, അവനൊരു ആംഗ്യം പോലും കാണിക്കാതെ, അവനൊരു സൂചന പോലും കാണിക്കാതെ അവന്റെ ഹൃദയാന്തരങ്ങളിലെ വികാരങ്ങൾ, അവന്റെ തലച്ചോറിന്റെ ആന്തോളനങ്ങൾ, അവന്റെ മനസ്സിന്റെ മന്ത്രങ്ങൾ കൃത്യമായി അറിയുന്നവൻ നാം മാത്രമാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാൾ, അവന്റെ കണ്ഠനാഡിയേക്കാൾ, അവന്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന, അവന്റെ വികാരത്തോട് ചേർന്ന് കിടക്കുന്ന, അവന്റെ മനസ്സിനോട് ചേർന്ന് കിടക്കുന്ന, അവനോട് ഏറ്റവും അടുത്തവൻ ഞാനാണെന്ന മറുപടി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഇപ്പുറത്ത് വലിയനെ കുറിച്ചുള്ള മാലകൾ പഠിപ്പിക്കുന്നതെന്നാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. നിന്റെ ഹൃദയത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും നിന്റെ മനസ്സിന്റെ വ്യവഹാരങ്ങളും യഥാർത്ഥത്തിൽ അറിയാൻ കഴിയുന്നത് ലോകത്തിന്റെ രക്ഷിതാവിനും ഈ പറയുന്ന മൊയ്തീൻ ശൈഖിനും അതുപോലെ അറിയാൻ സാധിക്കും, അതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ, ഈ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, പറഞ്ഞു പറ്റിക്കുകയാണ്. ഈ പറയുന്ന മാലമോതിര വരികൾ കൃത്യമായി ചൊല്ലുന്ന, അത് മനസ്സിലേക്ക് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരാണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിനൊരു പ്രയാസം വരുമ്പോ, മനസ്സിനൊരു ബുദ്ധിമുട്ട് വരുമ്പോ അവൾ അല്ലെങ്കിൽ അവൻ അള്ളാഹുവിനെ ഓർക്കുമോ? അതല്ല മൊയ്തീൻ ശൈഖിനെ ഓർക്കുമോ? ആരെയാണ് ഓർക്കുക? ഒരു സംശയവും വേണ്ട, മൊയ്തീൻ ശൈഖിലേക്കാണ് മനസ്സ് കൊണ്ടുപോകുക. ശൈത്താൻ അങ്ങോട്ട് മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ എത്രയെത്ര സ്ഥലങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ പടച്ച റബ്ബ് കൃത്യമായി ചോദിച്ചിട്ടുള്ളത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. നിന്റെ മുന്നിൽ സകല വാതിലുകളും അടയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഭൗതികമായ സകല സാധ്യതകളും നമ്മുടെ മുന്നിൽ അടയുമ്പോ, രോഗത്തിന് ചികിത്സയില്ല എന്ന് ലോകത്തുള്ള സകല ഡോക്ടർമാരും വിധിയെഴുതുമ്പോ, മനുഷ്യൻ കണ്ടുപിടിച്ച മരുന്നുകൾ മുഴുവനും പരാജയപ്പെടുമ്പോ, മനുഷ്യൻ കണ്ടുപിടിച്ച ചികിത്സാ മുറകൾ മുഴുവനും പരാജയപ്പെടുമ്പോ, അവിടെ പരാജയപ്പെടാത്തൊരു വാതിലുണ്ട്, അടഞ്ഞു പോകാത്തൊരു വാതിലുണ്ട്, കൈവിടാത്തൊരു വാതിലുണ്ട്, ഒരിക്കലും തോറ്റുപോകാത്തൊരു ശക്തിയുണ്ട്. അതേതാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ലോകത്തിന്റെ രക്ഷിതാവിന്റെ സഹായമാണ്, അവന്റെ വാതിലാണ്. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം നബിയേ, ഫഇന്നീ ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. ആവശ്യക്കാരൻ ആവശ്യമർത്തിച്ചുകൊണ്ട് ആവശ്യം എന്നിൽ ഉന്നയിക്കുമ്പോ അവന്റെ ആവശ്യം തീർത്തു കൊടുക്കുന്നവൻ ഞാനാണ്, അവന്റെ വിളിക്കുത്തരം നൽകുന്നവൻ ഞാനാണ്. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാ ഫയക്ഷിഫുസ് സൂ വയജഅലു ലക്കും ഖുലഫാ
വേദനിക്കുന്ന മനുഷ്യരെ, വേദനിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് തകർന്ന് തരിപ്പണമായി കൊണ്ട് നുറുങ്ങുന്ന ഹൃദയവുമായി നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകാൻ ലോകത്തിന്റെ രക്ഷിതാവായ ഞാനല്ലാതെ മറ്റാരാണുള്ളത്? അല്ലാഹുവിന് പുറമെ നിങ്ങൾക്ക് വല്ല ഇലാഹുകളുമുണ്ടോ? നിങ്ങൾക്ക് വല്ല ആരാധ്യരുമുണ്ടോ എന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര അധ്യായങ്ങളിലൂടെയാണ്, എത്രയെത്ര വചനങ്ങളിലൂടെയാണ്, എത്രയെത്ര അധ്യാപനങ്ങളിലൂടെയാണ് ഖുർആൻ കൃത്യമായി നമുക്കിത് പഠിപ്പിച്ചു തരുന്നത്. എന്തിനാണ് ഖുർആൻ ഇതെല്ലാം പറയുന്നത്? പ്രതീക്ഷ റബ്ബിൽ മാത്രമാണ്, ആകെ ആശ റബ്ബിൽ മാത്രമാണ്, അവലംബിക്കേണ്ടതും ആശ്രയിക്കേണ്ടതും റബ്ബിനെ മാത്രമാണ് എന്ന വലിയ പാഠം ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നത്. ഇനി പരിശുദ്ധ നമസ്കാരത്തിന്റെ അവസാനത്തിൽ, അത്തഹിയ്യാത്തിന്റെ അവസാനത്തിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ. എന്താണ് അവസാനം നമ്മൾ സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇതാണ് നമ്മുടെ നമസ്കാരത്തിന്റെ പ്രാർത്ഥനയുടെ അവസാനത്തെ ഭാഗം. ഹദീസുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വരാം. എന്തായാലും നമ്മൾ ഖബർ ശിക്ഷയെക്കുറിച്ച് കാവൽ തേടുകയാണ്, നരക ശിക്ഷയെക്കുറിച്ച് കാവൽ തേടുകയാണ്, ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകുന്ന ഫിത്നയെക്കുറിച്ച് കാവൽ തേടുകയാണ്. ഈ ദുനിയാവിനെ റബ്ബ് പടച്ചത് തൊട്ട് വരാനിരിക്കുന്ന ഏറ്റവും വലിയ അപകടമായ, ഏറ്റവും വലിയ ഫിത്നയായ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയെക്കുറിച്ച് അല്ലാഹുവിനോട് നാം കാവൽ തേടുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ആളുകൾ ഈ വിഷയങ്ങളിൽ പോലും അല്ലാഹുവിനോടല്ല കാവലിനെ തേടുന്നത്. ഈ വിഷയങ്ങളിൽ പോലും ഖബറിലെ അദാബ് നമുക്ക് മാറ്റിത്തരാൻ ആർക്കാണ് സാധിക്കുക? റബ്ബിനാണ് സാധിക്കുക, അല്ലാഹുവിനാണ് സാധിക്കുക. അവിടുന്ന് അതിന്റെ അപ്പുറത്തേക്ക് മരണത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ചൊല്ലണമെങ്കിൽ അവിടെ ആർക്കാണ് സാധിക്കുക? അല്ലാഹുവിന് മാത്രമേ അതിന് തൗഫീഖ് നൽകാൻ സാധിക്കുള്ളൂ. ഇനി മരണത്തിന്റെ സമയത്ത് ഒരാൾ പറയാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ മറുപടി എന്താണ്? ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതൊരു വാക്ക് മാത്രമാണ്, അവനതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരിക്കലും ഉത്തരം നൽകപ്പെടുകയില്ല. ഖുർആനിന്റെ വചനമാണ്, ഖുർആനിന്റെ വാക്കാണ്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അല്ലാഹു നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ ആ അവധിയിൽ നിന്നൊരു സെക്കൻഡ് പോലും നമ്മെ കൈപിടിച്ച് നീട്ടാൻ ഒരു ശക്തിക്കും വ്യക്തിക്കും സാധ്യമല്ല എന്നത് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്, പരിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മാലക്കിതാബ് നിങ്ങളൊന്ന് മരിച്ചു നോക്കുക. ഈ പറയുന്ന ജീലാനി തങ്ങളെ കുറിച്ച് പറയുന്ന മാലക്കഥകൾ നിങ്ങളൊന്ന് മറിച്ചു നോക്കുക. ആ മാലക്കഥകളിൽ ഈ ജീലാനി തങ്ങളുടെ ഒരു മുരീദത മരണപ്പെടുകയാണ്. എന്നിട്ട് ആ മുരീദിന്റെ റൂഹുമായി മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തേക്ക് കയറി പോകുമ്പോ വൈദീശേഖ തങ്ങൾ പിന്നാലെ പിന്തുടർന്ന് പോയിട്ട് ചോദിക്കുകയാണ്, എന്റെ അനുവാദമില്ലാതെ എന്റെ മുരീദിന്റെ റൂഹ് പിടിക്കാൻ നിന്നോടാരാണ് പറഞ്ഞത്? മലക്കുൽ മൗത്തിന്റെ മറുപടി, അള്ളാഹ് നിശ്ചയിച്ച അവധിയെത്തിയിട്ടാണ് ഞാൻ റൂഹ് പിടിച്ചത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ആ റബ്ബിന്റെ കൽപ്പനയും മറികടന്നുകൊണ്ടതാ വൈദീശേഖ ഈ പറയുന്ന മലക്കുൽ മൗത്തിനോട് പറയുന്നു, എങ്കിൽ എന്റെ മുരീദിന്റെ റൂഹ് എനിക്ക് തിരിച്ചു പോകണം, അല്ലാതെ ഞാൻ മടങ്ങിപ്പോകുന്ന പ്രശ്നമില്ല. മലക്കുൽ മൗത്ത് കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. അവസാനം റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്ന ആ കൊട്ടയങ്ങ് തട്ടിയിട്ടു എന്നാണ്. അതിൽ അന്ന് പിടിച്ച റൂഹുകൾ മുഴുവൻ സ്വതന്ത്രമായി, അന്ന് മരിച്ചുപോയ ആളുകൾ മുഴുവൻ പുനർജീവിച്ചു എന്നാണ് കഥ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എത്ര ധിക്കാരത്തിന്റെ, എത്ര അഹങ്കാരത്തിന്റെ, എത്ര നിഷേധത്തിന്റെ, എത്ര വലിയ അപകടത്തിന്റെ വാദമാണ്, വചനമാണ് ഈ പറയുന്നത്. ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടല്ലേ സാധാരണ ജനങ്ങൾ പാടി പറയുന്നത്? ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയല്ലേ പുരോഹിത വർഗങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. മരണത്തെ കൊണ്ട് ഏൽപ്പിച്ച മലക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുക, എന്നിട്ട് റബ്ബിന്റെ കൽപ്പനയെ മറികടന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഖദറിനെ മറികടന്നുകൊണ്ട് ആ റൂഹിനെ തിരിച്ചു കൊടുക്കാൻ ഒരു വലിയന് കഴിയുക എന്ന് പറഞ്ഞാൽ, ഈ കഥകൾ കേൾക്കുന്ന, ഈ കഥകൾ വായിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ രോഗവും പ്രയാസവും മാറിക്കിട്ടാൻ അവൻ അള്ളാഹുവിനെ വിളിക്കുമോ? അതല്ല ജീലാനി തങ്ങളെ വിളിക്കുമോ? ദീർഘായുസ് ലഭിക്കാൻ അവൻ റബ്ബിനോട് പ്രാർത്ഥിക്കുമോ? അതല്ല ജീലാനി തങ്ങളോട് പ്രാർത്ഥിക്കുമോ? മരണവുമായി മല്ലിട്ട് കിടക്കുന്ന മാതാപിതാക്കളെ രക്ഷിക്കാൻ വേണ്ടി വിളിക്കുമ്പോ അവൻ അള്ളാഹുവിനെ വിളിക്കുമോ? ജീലാനി തങ്ങളെ വിളിക്കുമോ?
ആലോചിക്കുമ്പോ അള്ളാഹുവിന്റെ ഖദർ മറികടന്നുകൊണ്ട് ഒരു മനുഷ്യരെ രക്ഷിക്കാൻ ജീലാനി തങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ജീലാനി തങ്ങളെ അവലംബിക്കാനല്ലേ സാധാരണക്കാരായ ആളുകൾ മുതിരുക. അത് തന്നെയാണ് പുരോഹിത വർഗത്തിന്റെ ലക്ഷ്യവും, അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവരെങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. മരണത്തിന്റെ സമയത്ത് പോലും അള്ളാന്റെ കൽപ്പനയ്ക്ക് വില കൽപ്പിക്കാതെ ആ റബ്ബിന്റെ കൽപ്പനയെ മറികടക്കാനുള്ള പ്രോട്ടോകോളുള്ള വലിയമാരെ കുറിച്ചാണ് മാലക്കിതാബുകളും പാളക്കിതാബുകളും നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആർക്കും മറികടക്കാൻ കഴിയാത്ത രാജാതിരാജനായ പരമാധികാരിയായ ജല്ല ജലാലായ റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇനി ഖബറിലെ ശിക്ഷയെ കുറിച്ചോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനും ഈ ജാതി ആളുകൾ പരിഹാരം കൊടുത്തിട്ടുണ്ട് എന്നതാണ് സത്യം. ഞാൻ ഈ അടുത്ത് കേട്ട ഒരു വലിയ കറാമത്ത് കഥയാണ്. ശൈഖന്മാരുടെ പേരുകൾ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, അതിന്റെ മുരീദുകൾക്ക് കൃത്യമായി നമ്മളതിന്റെ മുരീദുകളല്ലാത്തോണ്ട് ഓർമ്മിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണ് ഒരു വലിയ ഷെയ്ഖിനെ കുറിച്ചാണ്. ആ ഷെയ്ഖിന്റെ മുരീദായി കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല, ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല. അപ്പൊ വേറൊരു വലിയ ഇതിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ആലോചിക്കാണ്, ഖബറിലെ ശിക്ഷയ്ക്ക് എങ്ങനെയായിരിക്കും ഈ ഷെയ്ഖ് ഇങ്ങനെ ആലോചിക്കുക, ഇതിങ്ങനെ തടയുക, ഖബറിലെ ശിക്ഷ ഒഴിവാക്കാൻ ഈ ഷെയ്ഖിന് എങ്ങനെയാണ് പറ്റുക? അങ്ങനെ ഈ സംശയം രണ്ടാളും വലിയാണ്. ഒരു വലിയന്റെ മുരീദായി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ നേട്ടം, എന്താണ് അതിന്റെ ബെനിഫിറ്റ്, എന്താണ്? ഖബറിലെ ശിക്ഷ ഉണ്ടാവില്ല, ഖബറിലെ ചോദ്യം ഉണ്ടാവില്ല. മറ്റേ വലിയന് ഇത് കേട്ടപ്പോ ഒരു സംശയം, എന്താണ് ഈ ഖബറിലെ ശിക്ഷക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുക? അതൊക്കെ അള്ളാന്റെ അധികാരത്തിൽ മാത്രമുള്ള വിഷയല്ലേ? അങ്ങനെ ഈ സംശയം ഇങ്ങനെ നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പറയുന്ന വലിയന്റെ ഒരു മുരീദ് മരിക്കുന്നത്. അങ്ങനെ മരിച്ച് ഖബറടക്കി കഴിഞ്ഞപ്പോ ഈ പറയുന്ന സംശയമുള്ള വലിയ എന്ത് ചെയ്തു, ആ ഖബറിന്റെ കുറച്ച് ദൂരെ നിന്നിട്ട് ആ ഖബറിലേക്ക് നോക്കി. ഖബറിലേക്ക് നോക്കുന്ന എന്തിനാണ്? അതിന്റെ ഉള്ളിൽ നടക്കുന്ന സംഗതികൾ മൂപ്പർക്ക് കാണാം, ഈ വലിയന് കാണാം. അങ്ങനെ അതിങ്ങനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ. അപ്പൊ നോക്കി നിൽക്കുമ്പോ ആളുകളൊക്കെ പോയി, അവസാനത്തെ ആളും പിരിഞ്ഞു പോയി. വലിയ ഇങ്ങനെ കുറച്ച് ദൂരം മാറിയിട്ട് ഖബറിന്റെ അടിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ. ഉള്ളിൽ നടക്കുന്ന സംഗതികൾ അതാ മലക്കുൽ മുൻകർ നക്കീർ അലൈഹി മുസ്സലാത്തു വസ്സലാം വരുന്നു. എന്നിട്ട് ഈ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദ്യം ചോദിക്കേണ്ട നിമിഷം, ചോദ്യം ചോദിക്കേണ്ട സെക്കൻഡിൽ വെള്ള താടിയുള്ള നീള താടിയുള്ള ഈ പറയുന്ന ഷെയ്ഖ്, ആ ഷെയ്ഖിന്റെ മുഖം ഈ മലക്കുകളുടെയും ഈ മനുഷ്യന്റെയും ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നു. മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ റബ്ബി അല്ലാഹ് എന്ന് ഈ ഷെയ്ഖ് മറുപടി പറയാണ്. മുരീദ് മറുപടി പറയണില്ല, ഷെയ്ഖാണ് മറുപടി പറയുന്നത്. ഷെയ്ഖാണെങ്കിൽ മരിച്ചിട്ടില്ല, ഇപ്പൊ ഷെയ്ഖാണ് ഈ മറുപടി പറയുന്നത്. അപ്പൊ മുൻകർ നക്കീർ പറഞ്ഞു, ചോദ്യം നിങ്ങളോടല്ല അയാളോടാണ്, നിങ്ങൾ എന്തിനാണ് ഉത്തരം പറയുന്നത്? അപ്പോ ഈ ഷെയ്ഖ് പറയാണ്, എന്റെ താടി നരച്ചത് എന്തുകൊണ്ടാണെന്ന് നീ നിന്റെ റബ്ബിനോട് പോയിട്ടൊന്ന് ചോദിച്ചിട്ട് വാ. മഅദല്ലാഹ്. ഇതൊക്കെ ജനങ്ങൾക്ക് പരസ്യമായി പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ്. എന്റെ താടി നരച്ചത് എന്തുകൊണ്ടാണെന്ന് നീ നിന്റെ റബ്ബിനോടൊന്ന് പോയി ചോദിച്ചിട്ട് വന്നാ പറയണത്. അങ്ങനെ ഈ രണ്ട് മലക്കുകളാകെ ബേജാറായി ആകെ അങ്കലാപ്പിലായിട്ട് പോവാണ് പടച്ചോന്റെ അടുത്തേക്ക്. എന്നിട്ട് പറയാണ്, പടച്ചോനെ ഇതുവരെ ഇല്ലാത്തൊരു സംഗതി, ഒരാളെ മരിച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പോയതാണ്, ഉത്തരം പറയണത് വേറെ ആള് വന്നിട്ടാണ്. നിങ്ങൾ തിരിച്ചു പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ എന്റെ താടി നരച്ചെന്തിനാണെന്ന് പടച്ചോനോട് ചോദിച്ചിട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു പറഞ്ഞു, നിങ്ങള് അയാളോട് ചോദിക്കണ്ട, നിങ്ങൾ ആ ഖബറാളിയോട് ചോദിക്കേണ്ട, ആ ഷെയ്ഖിനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അവിടുന്ന് കഴിച്ചിലായിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മുൻകർ നക്കീർ വന്നിട്ട് ആ ഖബറിൽ വന്നിട്ട് ഈ ഷെയ്ഖിനോട് പറയാണ്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചതിൽ സോറി പറയുന്നു, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് ഈ മുൻകർ നക്കീർ അലൈഹി മുസ്സലാത്തു വസ്സലാം പോവാണ്. ഇത് കഥയാണ് പച്ചയായി. എന്നിട്ട് ഈ കേൾക്കുന്ന ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആളുകളെ നിങ്ങൾക്ക് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ ഷെയ്ഖിന്റെ മുരീദാവുക. ഈ ഷെയ്ഖിന്റെ അനുയായിത്വം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഖബറിലെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയേണ്ടതില്ല. എനിക്ക് പരിചയമുള്ള 80 വയസ്സ് മരണപ്പെട്ടു. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു. 80 വയസ്സുള്ളൊരു മനുഷ്യൻ, പടുവൃദ്ധനായ ഒരു മനുഷ്യൻ, മരണത്തെ കാത്തുകിടക്കുന്ന ഒരുപാട് രോഗങ്ങളൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ തലയിനയുടെ അടിയിൽ എപ്പോഴും ഒരു കടലാസ് ഉണ്ടാകുമായിരുന്നു. ആ കടലാസ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് വലിയ തുക കൊടുത്ത് വാങ്ങിച്ചതാണ്. എന്താണ് ആ കടലാസിൽ? ഒരു വലിയന്റെ എഴുത്താണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഹാദാ റജുലുൻ സ്വാലിഹ് ഫലാ യുസ്അൽ.
ഇതൊരു സാലിഹായ മനുഷ്യനാണ്, ഇവനോട് ചോദ്യം ചോദിക്കാൻ പാടില്ല. എഴുതിയിട്ട് ഒപ്പിട്ടിരിക്കുകയാണ്, കയ്യൊപ്പിട്ടിരിക്കുകയാണ്. ഏതോ ഒരു വലിയന്റെ എഴുത്താണ്, ഏതോ ഒരു വലിയന്റെ കത്താണ്. ഈ പാവത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് എന്താണ്? നീ ഖബറിൽ കിടക്കുമ്പോ നിന്റെ തലയുടെ ഭാഗത്ത് ഈ കടലാസ് വെച്ച് കഴിഞ്ഞാൽ മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം ചോദ്യം ചോദിക്കാൻ നിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കടലാസ് എടുത്തവരൊന്ന് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, പിന്നെ ശിക്ഷയില്ല, പിന്നെ അദാബില്ല, നിനക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, അതും വിശ്വസിച്ചുകൊണ്ട് മരണം വരെ, മരണത്തിന്റെ ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ, ഹിദായത്ത് ലഭിക്കുന്നത് വരെ, കണ്ണു തുറപ്പിക്കുന്നത് വരെ ആ മനുഷ്യൻ ഈ കീറിപ്പറഞ്ഞ പഴയ കടലാസ് താൻ പണം കൊടുത്തു വാങ്ങിച്ച് ഈ കടലാസ് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കാത്തു സൂക്ഷിക്കുകയാണ്. ഇത്തരത്തിൽ എന്തെല്ലാം ചൂഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നരകത്തിൽ നിന്ന് വരെ രക്ഷിക്കാൻ വലിയകൾക്ക് കഴിയുമെന്താണ്? എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ഇതും ജീലാനി തങ്ങളെ കുറിച്ചുള്ള ആരോപണമാണ്. എന്റെ മുരീദുകളാരും നരകത്തിലില്ല, എന്റെ അനുയായിത്വം സ്വീകരിച്ചവരാരും നരകത്തിലില്ല എന്ന് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? നരകത്തിനെ കാക്കുന്ന മലക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. നരകത്തിന്റെ കാവൽമാലാകയായ മലക്കാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. മാദല്ലാ, എത്ര വലിയ അബദ്ധമാണ് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ അപകടമാണ് ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത്, പാടിക്കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ മതിയാകും, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ മതിയാകും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ മതിയാകും, സ്വർഗത്തിലേക്ക് കയറാൻ വലിയ മതിയാകും, വലിയ മതിയാകും. രോഗം മാറാൻ, കടം തീരാൻ, വീടുണ്ടാകാൻ, മക്കളുണ്ടാവാൻ, മനുഷ്യ ജീവിതത്തിന്റെ എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ടോ ആ പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം മാറ്റാൻ അല്ല വേണ്ട, പടച്ച റബ്ബ് വേണ്ട, പകരം വലിയകൾ മതി എന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഏത് പ്രതിസന്ധിക്കും, ഏത് ചോദ്യങ്ങൾക്കും, ഏത് പ്രശ്നത്തിനും വലിയകളുടെ അടുത്ത് മറുപടിയുണ്ട്, ഉത്തരമുണ്ട് എന്നാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എത്രത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ, മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നത്, ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് പറയുന്നിടത്തേക്ക് ഈ വിഭാഗം എത്തിച്ചേർന്നില്ലേ? എന്നിട്ടൊരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും അങ്ങാടികളിലും പട്ടണങ്ങളിലും നാടുനാടാന്തരം ഗ്രാമഗ്രാമാന്തരം നഗരപ്രാന്തങ്ങളിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്ന ആ തൗഹീദ് ഉണ്ടല്ലോ, ഔലിയാക്കളല്ല മുദബ്ബിറുൽ ആലം, അല്ലാഹുവാണ് മുദബ്ബിറുൽ ആലം. ഔലിയാക്കളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് മുജാഹിദുകൾ പറഞ്ഞതുപോലെ തന്നെ സമസ്തയിലെ പണ്ഡിതന്മാർക്ക് മുദബ്ബിറുൽ ആലം അല്ലാഹു മാത്രമാണെന്ന് സ്റ്റേജ് കെട്ടി വിളിച്ചു പറയേണ്ട അവസ്ഥയുണ്ടായില്ലേ? എന്നിട്ടും ഈ പറയുന്ന ആളുകൾ അവസാനിപ്പിക്കുന്നുണ്ടോ? അവര് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുകയാണ്, മുദബ്ബിറുൽ ആലം അല്ലാഹുവാണ്, വിമാനങ്ങൾ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. പ്രിയപ്പെട്ടവരെ, 5-10 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ വേദികളിൽ പ്രസംഗിക്കുമ്പോ സാധാരണ സഹോദര മതസ്ഥരോട് ചോദിക്കാറുണ്ട്, ശ്രീകൃഷ്ണനിൽ വിശ്വസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് ചോദിക്കാറുണ്ട്, ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന്റെ മുന്നേ ഇവിടെ മഴ പെയ്യുന്നുണ്ട്, സൂര്യൻ ഉദിക്കുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നുണ്ട്, എല്ലാ ക്രയവിക്രയങ്ങളും നടക്കുന്നുണ്ട്. ശ്രീകൃഷ്ണനാണ് ദൈവമെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നേ ഇത് നടത്തിയതാരാണ്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അദ്ദേഹത്തെ ദൈവമായി കാണുന്ന നമ്മുടെ സഹോദര വിശ്വാസികളോട് നമ്മൾ ചോദിക്കാറുണ്ട്, യേശു ജനിക്കുന്നതിന്റെ മുന്നേ ഇവിടെയുള്ള മഴ പെയ്യുന്നുണ്ട്, ഇവിടെയുള്ള സംഗതികളെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവാണ് ദൈവമെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നേ ഇതെല്ലാം നടത്തിയതാരാണ്? ഇന്ന് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിനോട് ചോദിക്കേണ്ടി വരികയാണ്. CM മടവൂര് വരുന്നതിന്റെ മുന്നേ ലോകത്ത് ക്രയവിക്രയങ്ങൾ നടക്കുന്നുണ്ട്, ലോകത്ത് വിമാനങ്ങൾ പറക്കുന്നുണ്ട്. CM മടവൂരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നതെങ്കിൽ CM മടവൂരിന്റെ ജനനത്തിന് മുന്നേ ഇതെല്ലാം നിയന്ത്രിച്ചതാരാണ്? ഇതെല്ലാം കൊണ്ടുപോയതാരാണെന്ന് ചോദിക്കേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യകലിമത്ത് നെഞ്ചിലേറ്റി എന്ന് അവകാശപ്പെടുന്ന മനുഷ്യരോട് ഇത് ചോദിക്കേണ്ടുന്ന ഗതികേടിലാണ് കേരളക്കരയിലെ വിഭാഗമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിക്കുന്ന സമയത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കേണ്ടതിന് പകരം 2 അക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ 2 ആൽഫബറ്റ് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മടിയുമില്ലാതെ, ഒരു കൂസലുമില്ലാതെ ജനങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, സാമാന്യ
السلام عليكم ورحمة الله. بسم الله أوله وآخره. നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന ഒരു സംഗതിയാണ് അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ജീവിതത്തിൽ വലിയ അമലുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, വലിയ കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാനും പറ്റുന്നില്ല. അനുഷ്ഠിക്കുന്ന അമലുകളാകട്ടെ തുലോം അപര്യാപ്തമാണ് നിന്റെ സ്വർഗം നേടിയെടുക്കാൻ. എങ്കിലും നിന്നിലേക്ക് അവസാനമായി തിരിച്ചു വരുമ്പോ നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് മടങ്ങി വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ എന്നത് മുസ്ലിമിന്റെ വികാരമാണ്, ഒരു മുസ്ലിമിന്റെ വികാരമാണ്. നിസ്കരിക്കാതെ അങ്ങാടിയിലൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ആളുകളോടും ചോദിച്ചാൽ അവർക്കുണ്ടാവും ഈ ആഗ്രഹം, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം. ഈ ഒരു വികാരത്തിന് പോലും കടക്ക് കത്തിവെക്കുകയാണ്. ഈ ഒരു വികാരം പോലും ആവശ്യമില്ല, ഇതിനെ വരെ തച്ചു തകർക്കുകയാണ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും പറയണ്ട, നിങ്ങൾ സിഎം എന്ന് പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. മരണത്തിന്റെ സമയത്ത് പിശാചുക്കൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് കലിമത്ത് തൗഹീദ് പറയുന്നതിൽ നിന്ന് മനുഷ്യരെ തടയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ പിശാചുക്കളുടെ മനുഷ്യരൂപങ്ങളാണ് ഈ പറയുന്ന പുരോഹിത വർഗമെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് അമിതമായ പ്രതീക്ഷ, മരണത്തിന്റെ സമയത്ത് പോലും അള്ളാഹുവിന്റെ ആശ്രയത്തിലും അവലംബത്തിനും അപ്പുറത്ത് തങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും ഈ പറയുന്ന വലിയമാരുണ്ടാകുമെന്ന മിഥ്യാധാരണ ജനങ്ങളുടെ മനസ്സിൽ നട്ടുകുരുക്കാൻ കൃത്യമായി ഈ പറയുന്ന പുരോഹിത വർഗങ്ങൾക്ക് സാധിച്ചു എന്നതാണ്. അവരുടെ ഭയത്തെ ചൂഷണം ചെയ്തു, അവരുടെ പ്രതീക്ഷയെ ചൂഷണം ചെയ്തു. മൂന്നാമതായി ചെയ്യാനുള്ളത് സത്യം വിളിച്ചു പറയുന്നവർക്കെതിരെ വെറുപ്പിന്റെ കഥകൾ മെനയുക എന്നതാണ്, വെറുപ്പിന്റെ കഥകൾ ഉണ്ടാക്കുക എന്നതാണ്. നിങ്ങളുടെ പ്രദേശം മഹാനായ മർഹൂം ഉമർ മൗലവിയുടെ അത്യുജ്വലമായ പ്രബോധനത്തിന്റെ നാൾ വഴികൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമാണിത്. ആദ്യമായി കേരളക്കരയിൽ തൗഹീദിന് വേണ്ടി ഒരു വാദപ്രതിവാദം നടന്ന സ്ഥലം. രാത്രി ഇരുളിനെ മറയാക്കിക്കൊണ്ട് തന്നെ തൗഹീദ് സ്വീകരിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ ശത്രുവായി കണ്ട ഒരു ജനവിഭാഗത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വന്ന ഒരു ജനനായകന്റെ, ഒരു പരിഷ്കാരിയുടെ, ഒരു മുജദ്ദിദിന്റെ ചരിത്രം ഉറങ്ങുന്ന അദ്ദേഹത്തിന്റെ കഥ പറയുന്ന സ്ഥലമാണ്. വെറുപ്പത്ര മാത്രം ഇവർ ഈ പറയുന്ന മുവഹിദുകൾക്കെതിരെ ഉപയോഗിക്കുമെന്ന വിഷയത്തിൽ നിങ്ങൾക്ക് പ്രത്യേകം ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ പ്രദേശത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരുടെ പിന്മുറക്കാർക്ക് ആ ഒരു ക്ലാസിന്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ കൃത്യമായി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഒരു റബീഉൽ അവ്വൽ 12 മൗലിദിന്റെ സദസ്സിൽ അതിനെക്കുറിച്ച് പാടി പുകഴ്ത്തി പറയുന്ന സദസ്സിൽ ഉമർ മൗലവിക്ക് അവസരം കൊടുക്കുകയാണ് മൗലിദിന്റെ ഫളായിലുകൾ പറയാൻ. അവസരം കൊടുക്കുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ അമ്മാവൻ തന്നെയാണ്, അദ്ദേഹത്തിന്റെ അമ്മോൻ തന്നെയാണ്. പക്ഷെ ഉമർ മൗലവി ആ ഒരു അവസരം, തനിക്ക് കിട്ടിയ അവസരം, സദസ്സിലിരിക്കുന്ന ഒരാള് പോലും, ഒരൊറ്റൊരാള് പോലും തനിക്ക് അനുകൂലമായില്ല എന്ന് കൃത്യമായി അറിഞ്ഞിട്ടും
കൊലപാതകം നടക്കാൻ സാധ്യതയുണ്ടായിട്ട് പോലും സത്യം പറയുന്നതിൽ നിന്ന് ആ മനുഷ്യൻ അണ്ണുക്കിട പിറകോട്ട് വെച്ചില്ല എന്നതാണ് സത്യം. വിളിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞു, ആവുന്ന വാക്ചാതുരിയിൽ ഈ ഒരു സംഗതി വിശദീകരിച്ചു കൊടുത്തു. മൗലിദ പാരായണം എന്ന് പറയുന്നത് ബിദ്അത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബത്തിലോ പരിചയമില്ലാത്തതാണ്. അതിൽ ശിർക്കിന്റെ വരികളുണ്ട്. അത് കൃത്യമായ പുത്തനാചാരമാണ് എന്നിങ്ങനെയുള്ള ആദർശത്തിന്റെ കൃത്യമായ പാഠങ്ങൾ തന്റെ മുന്നിലിരിക്കുന്ന പാമര ജനങ്ങൾക്ക് ഉമർ മൗലവി റഹിമഹുല്ലാ പറഞ്ഞു കൊടുത്തു. എന്താണ് അതിന്റെ ഫലമായി ഉണ്ടായത്? അദ്ദേഹത്തിന്റെ സംസാരത്തിന് ശേഷം എഴുന്നേറ്റ് നിന്ന അമ്മാവൻ പ്രയോഗിച്ച വാക്കുകൾ ഇന്നും ഓർമ്മകളുടെ തീരത്തിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. എന്താണ് അമ്മാവൻ പറഞ്ഞത്? അമ്മാവൻ പറയാണ്, പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ ആ പേപ്പട്ടിയുടെ വിഷം എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നാണ് വിദഗ്ധനായ വൈദ്യൻ ആദ്യം പരിശോധിക്കുക. ഒരാളെ പേപ്പട്ടി കടിച്ചിട്ട് ഒരു വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വൈദ്യൻ നല്ല വിദഗ്ധനാണെങ്കിൽ ആ പേപ്പട്ടിയുടെ വിഷം എത്രമാത്രം ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ആദ്യമായി പരിശോധിക്കുക. എന്റെ പെങ്ങളുടെ മകൻ എന്റെ ഉമർ, എന്റെ കുടുംബത്തിൽപ്പെട്ട ഉമറിന് മലബാറിൽ പോയപ്പോ ഒരു പേപ്പട്ടിയുടെ വിഷബാധ ഏറ്റിട്ടുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞ് കാലഘട്ടത്തിൽ തൗഹീദി പ്രബോധനത്തിന്റെ കടിഞ്ഞാനും ചുക്കാനും പിടിച്ചിരുന്ന മഹാനായ KM മൗലവിയെ കുറിച്ച് വളരെ നിന്ദ്യമായ രീതിയിൽ, വളരെ നീചമായ രീതിയിൽ, വളരെ മാന്യതയില്ലാത്ത രീതിയിൽ തെറി പറഞ്ഞും അപഹസിച്ചും സംസാരിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുകയാണ്. തന്റെ കൃത്യമായ ആദർശം പ്രഖ്യാപിച്ച ഉമർ മൗലവി റഹിമഹുല്ലക്കെതിരെ ആദ്യമായി ബഹിഷ്കരണത്തിന്റെ സ്വരങ്ങൾ ഉയരുകയാണ്. ആദ്യമായി പറയുന്ന, ഇനി ഉമറിനോട് ആരും സലാം പറയരുത്, ഉമർ സലാം പറഞ്ഞാൽ മടക്കരുത്, പച്ചവെള്ളം പോലും കുടിക്കരുത്, ഒരു തരത്തിലുള്ള സഹകരണവും പാടില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ചു. ആ പ്രബോധകന്, ആ മഹാനുഭവന് അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം, ആ നാട്ടിലുള്ള ജീവിതം വല്ലാത്ത പ്രയാസമായി തോന്നി. പക്ഷെ ഉമ്മയെയും ഉപ്പയെയും ഉപേക്ഷിച്ചുകൊണ്ട് പോകാനും മനസ്സ് സമ്മതിച്ചില്ല. അവസാനം നിരന്തരമായ പ്രാർത്ഥനയിലൂടെ തന്റെ ഹൃദയത്തെ പാകപ്പെടുത്തിയെടുത്ത് അദ്ദേഹം ഒരു രാത്രിയിൽ പോകുകയാണ്. തിരുരങ്ങാടി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കൂടെ പിന്നീടുള്ള കാലം ഈ ദഅവത്തിന്റെ വീതിയിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള തീരുമാനമുറപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഇറങ്ങി പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രമെല്ലാം നമ്മൾ വായിക്കുമ്പോൾ വെറുപ്പ് എന്നത് തൗഹീദ് പറയുന്ന മനുഷ്യർക്ക്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന മനുഷ്യർക്കെതിരെ എത്രത്തോളം വെറുപ്പെന്ന ആയുധം ഇവർ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കേരളക്കരയിലെ ഇന്നലകളുടെ ചരിത്രം വായിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും. ഇന്നലകളുടെ ചരിത്രം തന്നെ വേണ്ട, ഇന്നിന്റെ ചരിത്രം തന്നെ നമുക്ക് വായിക്കാം. 2-3 ആഴ്ചകൾക്കപ്പുറത്ത് കണ്ണൂർ ജില്ലയിലെ ശിവപുരം എന്ന് പറയുന്ന പ്രദേശത്ത് വയോധികനായ ഒരു മനുഷ്യനെ ക്രൂരമായി മർദ്ദിച്ചു. ഹെൽമറ്റ് കൊണ്ട് നെഞ്ചത്തടിച്ചു, സ്കൂട്ടറിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു, അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഒടിച്ചു, വിരലിന്റെ എല്ലൊടിയുന്നൊരവസ്ഥയിൽ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് പുറമെ മറ്റു ചില ആളുകളെയും മർദ്ദിക്കുകയുണ്ടായി. എന്താ കാരണം? ഒരു ആള് മരണപ്പെട്ടപ്പോ, ഒരു ഇസ്ലാഹി പ്രവർത്തകൻ മരണപ്പെട്ടപ്പോ ആ പ്രവർത്തകന് വേണ്ടി സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞതിന് വേണ്ടി അള്ളാന്റെ റസൂൽ അനുവദിച്ചൊരു കാര്യം, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചൊരു കാര്യം, ആ കാര്യം ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം, അതിന്റെ പേരിൽ മാത്രം ക്രൂരമായ പീഡനങ്ങൾക്ക്, ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായി. അവിടെയും തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. കണ്ണൂർ ജില്ലയിൽ തന്നെ കേരളത്തിന്റെ പല ജില്ലകളിലും മരിച്ച് മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ഖബർസ്ഥാനിന്റെ മുന്നിൽ 500-1000 വരുന്ന ആൾക്കൂട്ടങ്ങൾ അവരെ തടഞ്ഞു. 6 അടി മണ്ണിന്റെ അവകാശം പോലും നിഷേധിച്ച്. എന്താ കാരണം? അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പ്രഖ്യാപിച്ചെന്ന ഒറ്റ കാരണം, വലിയകളെ ഞങ്ങൾ ജീവിതത്തിൽ അവലംബിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ ഒറ്റ കാരണം കൊണ്ട് ആ വലിയമാർ, നിങ്ങൾ പറയുന്ന ഈ ജീലാനി തങ്ങളാകട്ടെ, മുഹീദ്ദീൻ ഷെയ്ഖ് ആകട്ടെ, നിങ്ങൾ പറയുന്ന ബദരീങ്ങളാകട്ടെ, ഉഹുദീങ്ങളാകട്ടെ, ആ ബദരീങ്ങളും ഉഹുദീങ്ങളും ഈ പറയുന്ന മുഹീദ്ദീൻ ഷെയ്ഖുമെല്ലാം നടന്നുപോയ വഴിത്താരകളിൽ നിന്ന് വ്യതിചലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉച്ചയിസ്തരം പ്രഖ്യാപിച്ചതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് മരിച്ചു കിടക്കാനുള്ള 6 അടി മണ്ണിന്റെ അവകാശം പോലും നിഷേധിക്കപ്പെട്ട ആളുകൾ കേരളക്കരയിൽ ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വെറുപ്പിന്റെ കഥകൾ കൊണ്ട്, വെറുപ്പിന്റെ കവിതകൾ കൊണ്ട്, വെറുപ്പിന്റെ പ്രഭാഷണങ്ങൾ കൊണ്ട് പാമരരായ ജനങ്ങളെ ഇളക്കിവിടുന്ന ചരിത്രം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കേരളക്കരയിൽ ഔദ്യോഗികമായി നടന്ന ആദ്യത്തെ വാദപ്രതിവാദം നടക്കുന്നത് കൊട്ടപ്പുറത്ത് വെച്ചാണ്. മഹാനായ AP
അബ്ദുൽ ഖാദർ മൗലവിയും അദ്ദേഹത്തിന്റെ പ്രതിയോഗിയായി AP അബൂബക്കർ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമാണ് സംവാദം നടക്കുന്നത്. സംവാദത്തിൽ AP-യുടെ ശക്തമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ, ആദർശ ശരങ്ങൾക്ക് മുന്നിൽ, ശക്തമായ ആർഗ്യുമെന്റുകൾക്ക് മുന്നിൽ തോറ്റ് ഇനി ഒരു വഴിയുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഇന്നും ജീവിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും കൃത്യമായി എന്ന് ചെയ്തത് സദസ്സിനെ ഇളക്കി വിടുക എന്നതാണ്, സദസ്സിനെ അക്രമോത്സുകരാക്കുക എന്നതാണ്. എന്നിട്ട് അക്രമത്തിലൂടെ പരാജയപ്പെടുത്തുക, തങ്ങളുടെ തോൽവിയെ, തങ്ങളുടെ പരാജയത്തെ പ്രിയപ്പെട്ടവരെ അക്രമം കൊണ്ട് മറക്കുക എന്നതാണ്. ഒരു കാര്യം പറയാം, ഈ പറയുന്ന തോൽവികളും പരാജയങ്ങളും സംഭവിക്കുന്നത് ഈ മനുഷ്യർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ഇവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല. ശിർക്കിന്റെ പാരമ്പര്യം അതാണ് പ്രിയപ്പെട്ടവരെ. തൗഹീദിന്റെ പാരമ്പര്യം വിജയം തന്നെയാണ്. എത്ര തന്നെ കല്ലെറിഞ്ഞാലും, എത്ര തന്നെ കൂക്ക് വിളിച്ചാലും, എത്ര തന്നെ ബഹിഷ്കരിച്ചാലും, എത്ര തന്നെ പരിഹസിച്ചാലും, എത്ര തന്നെ തകർക്കാൻ ശ്രമിച്ചാലും ചാരക്കുമാരങ്ങൾക്കുള്ളിൽ നിന്ന് തൗഹീദിന്റെ വെളിച്ചം വീണ്ടും വീണ്ടും ഉയർന്ന് പറക്കുക തന്നെ ചെയ്യും. ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ആ യാസീനിലും തൗഹീദ് പറഞ്ഞൊരു മനുഷ്യനോടുള്ള വെറുപ്പ് കൊണ്ട് ആ മനുഷ്യനെ കൊന്നുകളഞ്ഞ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീൻ നമുക്ക് കാണാൻ കഴിയും. ഒരു നാട്ടിലേക്ക് 3 പ്രവാചകന്മാർ വരുന്നു. ആ പ്രവാചകന്മാരും അവരുടെ പ്രതിയോഗികളും അവരുടെ പ്രബോധിതരും കൂടി ശക്തമായ വാഗ്വാദം നടക്കുകയാണ്, ശക്തമായ വാദപ്രതിവാദം നടക്കുന്നു. ഇതിലൊന്നുമില്ലാത്ത, ഈ രംഗങ്ങളിൽ ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വരികയാണ്. ഖുർആൻ അത് വിവരിച്ചു തരുന്നുണ്ട്. വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ ഓടിക്കിതച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ സമുദായമേ, ഈ പ്രവാചകന്മാരിൽ നിങ്ങൾ വിശ്വസിക്കുക, ഈ അമ്പിയാക്കളിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്ത, നിങ്ങളോട് ദുനിയാവ് ചോദിക്കാത്ത ഈ അമ്പിയാക്കളിൽ, ഈ നബിമാരിൽ നിങ്ങൾ വിശ്വസിക്കുക. വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. എനിക്കെങ്ങനെയാണ് എന്നെ സൃഷ്ടിക്കുകയും ഞാൻ ഏവനിലേക്കാണോ മടങ്ങേണ്ടത് അവനെ തന്നെ ആരാധിക്കുകയും എനിക്കെങ്ങനെയാണ് ചെയ്യാതിരിക്കുക? അത്തഖിദു മിൻ ദൂനിഹി ആലിഹ യുരിദിനിർ റഹ്മാനു ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊൻ. സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ മരണ വീട്ടിൽ മാത്രം പാരായണം ചെയ്യാനുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ പാരായണം ചെയ്യാനുള്ളതാണ്. അത് യാസീൻ തൊട്ട് തുർജഊൻ വരെ എത്തുമ്പോ അതിലുള്ള സന്ദേശം എന്താണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല. അതിലെന്താണ് പടച്ചോൻ പറഞ്ഞിട്ടുള്ളതെന്നും മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ടവരെ, വലിയ തൗഹീദിന്റെ വചനങ്ങൾ, വലിയ തൗഹീദിന്റെ ഒരു ചരിത്രം അതിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് എത്രയാളുകൾക്കറിയാം. അദ്ദേഹം അതാ പറയുകയാണ്, ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊൻ. ഞാനിതാ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക. എന്താണ് ഉണ്ടായത്? വെറുപ്പ് ആളിക്കത്തുകയാണ്. ആ വെറുപ്പിന്റെ കാഠിന്യത കാരണം, ആ വെറുപ്പിന്റെ ആധിക്യം കാരണം ആ മനുഷ്യനെ അവരതാ കൊന്നുകളയുകയാണ്, ഇല്ലായ്മ ചെയ്യുകയാണ്. എന്നാൽ മരിച്ചിട്ട് അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തുമ്പോ ആ മനുഷ്യനോട് റബ്ബ് പറയുകയാണ്, ഖീലദ്ഖുലിൽ ജന്ന ഖീലദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, നീ സ്വർഗത്തിലേക്ക് കയറിക്കൊള്ളുക. ആ മനുഷ്യൻ എപ്പോഴും പറയുന്നത് എന്താണ്? യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നത്, എന്റെ റബ്ബെന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തത് എന്റെ ഉമ്മത്ത് അറിഞ്ഞിരുന്നെങ്കിൽ, എന്റെ സമുദായം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആ മനുഷ്യനത ആഗ്രഹിച്ചു പോകുകയാണ്. എന്തിനു വേണ്ടിയാണത്? അവരും നിർമാർഗത്തിലാവാൻ, അവരും തൗഹീദിലേക്ക് എത്താൻ. എന്റെ പ്രിയപ്പെട്ടവരെ, തൗഹീദിലേക്ക് വിളിക്കുന്ന ഓരോ മുജാഹിദ് പ്രവർത്തകന്റെയും മനസ്സിന്റെ വികാരം ഇതാണ്.
ഔലിയാക്കളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന, ശുഹദാക്കളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന എണ്ണമറ്റ അവലംബങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും ആരാധകന്മാരിൽ നിന്നും ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഓരോ മുജാഹിദ് പ്രവർത്തകന്റെ മനസ്സിലും ദേഷ്യമില്ല, വിദ്വേഷമില്ല, വിരോധമില്ല. മറിച്ച് ഈ കേൾക്കുന്ന ജനങ്ങളെ രക്ഷപ്പെടണമെന്ന ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സാഹിബ് സുജനോട് ചോദിച്ചതുപോലെ, യാ സാഹിബൈ സുജൻ അർബാബു മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അല്ലയോ എന്റെ ജയിലിലെ കൂട്ടുകാരെ, വ്യത്യസ്തങ്ങളായ റബ്ബുകളാണോ, വ്യത്യസ്തരായ രക്ഷിതാക്കളാണോ, ഈ പറയുന്ന എണ്ണിയാലൊടുങ്ങാത്ത സിൽസിലകൾ, എണ്ണിയാലൊടുങ്ങാത്ത ചങ്ങലകൾ, എണ്ണിയാലൊടുങ്ങാത്ത ബാബമാര്, ബീവിമാര്, തെങ്ങന്മാര്, ജിന്നുമ്മമാര്, ഇവരാണോ നല്ലത്? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനായ സർവാധിപതിയായ ലോകത്തിന്റെ രക്ഷിതാവാണോ വലുത് എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചതുപോലെയാണ് കേരളക്കരയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളോട് ചോദിക്കാനുള്ളത്. അർബാബും മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. നിങ്ങൾ വിളിക്കുന്ന എണ്ണമറ്റ ഔലിയാക്കളാണോ, അതല്ല രാജാതിരാജനായ ഏകാധിപതിയായ സർവാധിപതിയായ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവാണോ നല്ലതെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ക്ഷണിക്കാനുള്ളത് റബ്ബിലേക്കാണ്. അതിനെ കല്ലെറിഞ്ഞാലും കൂക്ക് വിളിച്ചാലും ബഹിഷ്കരിച്ചാലും വിഘടനവാദികൾ എന്ന് പറഞ്ഞാലും വഹാബി എന്ന് പറഞ്ഞ് മുഖത്ത് കാർക്കിച്ചു തുപ്പിയാലും പ്രശ്നമില്ല. ഞങ്ങൾക്ക് വിളിക്കാനുള്ളത് റബ്ബിലേക്ക് മാത്രമാണ്. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും വഹ്ദാനിയത്ത് സ്വീകരിച്ചതിന്റെ പേരിൽ കൊന്നുകളയുമെന്ന് ഫിർഔൻ പറഞ്ഞപ്പോ ആ മനുഷ്യരുടെ ഒന്നാമത്തെ വിശ്വാസികളുടെ മറുപടി എന്തായിരുന്നു? വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ. ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? ഞങ്ങളുടെ അപരാധം എന്താണ്? ഞങ്ങളുടെ അബദ്ധം എന്താണ്? ഞങ്ങൾക്ക് കൃത്യമായ വേർതിരിവ് വന്നു കിട്ടിയപ്പോ, ഞങ്ങൾക്ക് കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയപ്പോ അതിൽ വിശ്വസിച്ചതല്ലാതെ മറ്റൊരു തെറ്റും ഫിർഔനെ നീ ഞങ്ങളിൽ കാണുന്നില്ലല്ലോ. എന്നിട്ട് അവരതാ കണ്ണുകളും കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ അഫ്രിഖ് അലൈനാ സബ്റാ, ഞങ്ങളിലേക്ക് നീ ക്ഷമയെ ചൊരിഞ്ഞു തരണം റബ്ബേ. വതവഫനാ മുസ്ലിമീൻ. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാനുള്ളത് അതാണ്. ഔലിയാക്കൾക്കെതിരല്ല മുജാഹിദുകൾ ഒരിക്കലും. ഔലിയാക്കൾ മിഥ്യമല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ യാഥാർത്ഥ്യമാണ്, ഒരു സംശയവും അതിലില്ല. കറാമത്ത് യാഥാർത്ഥ്യമാണ്, മുഅ്ജിസത്ത് യാഥാർത്ഥ്യമാണ്, അതൊരു സംശയവുമില്ല. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്താണ് മുഅ്ജിസത്ത് പ്രിയപ്പെട്ടവരെ? ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ കടന്നു വരുമ്പോ ആ സമുദായം ഇത് വന്നത് പ്രവാചകനാണെന്ന് തിരിച്ചറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അമാനുഷികമായ ചില വെളിപാടുകളാണ്. കറാമത്തെ കുറിച്ചും ആയിരക്കണക്കിന് കഥകൾ കേട്ട് സായൂജ്യമടയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പ്രവാചകന് സ്വന്തം ഇഷ്ടപ്രകാരം മുഅ്ജിസത്ത് വെളിവാക്കാൻ സാധിക്കുമോ? സ്വന്തം ഇഷ്ടപ്രകാരം മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ ഒരു പ്രവാചകനെ കൊണ്ട് സാധിക്കുമോ? മറുപടി എന്താണ്? പ്രവാചകധ്യാപനത്തിന്റെ മറുപടി എന്താണ്? ഒരിക്കലുമില്ല. പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണെന്നാൽ ആ മുഅ്ജിസത്ത് അവരുടെ ഇഷ്ടപ്രകാരം മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നീ ഭയപ്പെടരുത്, നീ തന്നെയാണ് ഉന്നതൻ. വഅൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിർ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. നിന്റെ വടി നീ ഒന്ന് താഴേക്ക് ഇടുക. ആ വടി ഭീമാകാരമായ പാമ്പായി മാറി ആ കാണുന്ന മായകളെ മുഴുവൻ വിഴുങ്ങിക്കളയുന്നതാണ്. അതൊരിക്കലും യാഥാർത്ഥ്യമല്ല. അത് കൺകെട്ട് വിദ്യ മാത്രമാണ്, അത് മായാജാലം മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് വിജയിക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ആ പറയുന്ന സാഹിര്യങ്ങളുടെ ഇസ്ലാം സ്വീകരണത്തിന് കാരണമായ ആ വലിയ മുഅ്ജിസത്ത് നടക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നവരെ ഏത് പ്രവാചകനിലൂടെയാണോ ആ മുഅ്ജിസത്ത് വെളിവായത്, ആ പ്രവാചകൻ അത് നടക്കാൻ പോകുകയാണെന്ന് അതിന്റെ അർത്ഥം എന്താണ്? പ്രവാചകന്മാർക്ക് പോലും പിടിക്കപ്പെട്ടു. ഇസ്രായേൽ സന്തതികളുടെ വംശപരമ്പര ഈ ചെങ്കടലിന്റെ തീരത്തിര അവസാനിക്കാൻ പോകുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇസ്രായേലിന്റെ ചരിത്രമില്ല, ഇവിടുന്ന് അങ്ങോട്ട് മൂസായുടെ ചരിത്രമില്ല, ഇവിടുന്ന് അങ്ങോട്ട് ഹാറൂനിന്റെ ചരിത്രമില്ലാതെ സംസാരിക്കുന്ന മുഅ്ജിസത്തുകളെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന എന്റെ പ്രിയ
പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ, അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ, അള്ളാഹുവിന്റെ ഒത്താശയില്ലാതെ നമ്മൾ പറയുന്ന മറുപടി എന്താണ് പ്രിയപ്പെട്ടവരെ? ഒരിക്കലുമില്ല. ഒന്നല്ല 10,000 തവണ അടിച്ചാലും, ആ വടി കൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ അടിച്ചാലും കടല് പിളരില്ല, കടലിന്റെ നടുവിൽ വഴി പ്രത്യക്ഷപ്പെടില്ല, തിരമാലകൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ വഴിമാറി കൊടുക്കില്ല. പിന്നെ അത് സംഭവിച്ചത് എന്തുകൊണ്ടാണ്? മൂസാ നബിക്ക് ഇഷ്ടമുള്ളപ്പോ വടി കൊണ്ടടിച്ചതല്ല, അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോ മാത്രമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ മാത്രമേ മുഅ്ജിസത്തുകൾ പോലും വെളിവാകുകയുള്ളൂ. അവിടെയും അവസാനിച്ചില്ലല്ലോ പ്രിയപ്പെട്ടവരെ. സീനാ താഴ്വരയിൽ അള്ളാഹുവിന്റെ ശാപപ്രകാരം 40ഓളം കൊല്ലം അലഞ്ഞു തിരിയാനൊരു വിധി ഈ പറയുന്ന ഇസ്രായേലി സന്തതികൾക്കുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അവരുടെ കൈകളിലുള്ള വെള്ളം മുഴുവൻ തീരുകയാണ്, ശുദ്ധജലത്തിന്റെ സ്രോതസ് മുഴുവൻ വറ്റിവരളുകയാണ്. ആ സമയത്ത് അവർ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് പോകുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് മൂസാ നബി പറഞ്ഞത് എന്താണ്? എന്റെ കയ്യിൽ വടിയുണ്ട്, ഫിറഔനിന്റെ അധികാരത്തെ വിറപ്പിച്ച വടിയാണിത്, അതുപോലെ തന്നെ ചെങ്കടലിനെ പിറത്തിയ വടിയാണിത്. അതുകൊണ്ട് ഈ വടിയുള്ളപ്പോ നിങ്ങൾ എന്തിനാണ് പേടിച്ചതെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പാറക്ക് കൊണ്ടുപോയി ആ വടി കൊണ്ടടിക്കുകയാണോ ചെയ്തത്? ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റബ്ബ് കൽപ്പിക്കുകയാണ്, ഒന്നിൽ കൂടുതൽ തവണ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ട ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ. ആ പാറയിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ വടി കൊണ്ട് മൂസാ നബി അടിച്ചപ്പോ 12ഓളം നീരുറവകൾ ഓരോ ഗോത്രത്തിനുമായി ആ പാറയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ് ഈ പറയുന്നവരോട് ചോദിക്കാനുള്ളത്. കള്ളക്കറാമത്തുകളിലൂടെ പാവന ജനങ്ങളുടെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ വടി കൊണ്ട് ആയിരക്കണക്കിന് പാറകളിൽ 1000 വട്ടം അടിച്ചാലും ഒരു നീരുറവ പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും അതിൽ നിന്ന് വമിക്കുമോ? ഒരിക്കലുമില്ല. എന്താണ് അതിന്റെ കാരണം? മുഅ്ജിസത്തുകൾ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇഷ്ടപ്രകാരം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. ഖറാമത്തിനേക്കാൾ എത്രയോ മുകളിലുള്ളതാണ് മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്ത് പോലും പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരുടെ ഇഷ്ടപ്രകാരം പ്രകടിപ്പിക്കാൻ അവർക്ക് സാധ്യമല്ല. അതിന്റെ താഴെ വരുന്ന കാറ്റഗറിയാണ് എന്തുകൊണ്ട് കറാമത്ത് എന്ന് പറയുന്നത്. കറാമത്ത് യാഥാർത്ഥ്യമാണ്, ഒരു സംശയവും അതിലില്ല. ഭാരതന്മാരായ സ്വഹാബിമാരുടെ ജീവിതത്തിൽ കറാമത്ത് കൃത്യമായി വെളിവായിട്ടുണ്ട്. 2 സ്വഹാബികളതാ രാത്രിയിൽ നടന്നു പോകുകയാണ്. ആ സ്വഹാബികളെ ഒരു വെളിച്ചമത പിന്തുടരുകയാണ്. അവർക്ക് വെളിച്ചം കാണിച്ചുകൊണ്ട് അജ്ഞാതമായ സ്രോതസ്സിൽ നിന്നൊരു വെളിച്ചമത അവരെ അങ്ങനെ പിന്തുടരുന്നു. അവസാനം അവർ 2 വഴികളിലേക്ക് ഭിന്നിച്ചു പോയപ്പോ, 2 വഴികളിലേക്ക് മാറിപ്പോയപ്പോ ഈ വെളിച്ചം 2ആയി പകുത്തുകൊണ്ട് ഈ 2 സ്വഹാബികളെയും പിന്തുടർന്നു പോയ ഈ 2 സ്വഹാബികൾക്കും അവരുടെ ലക്ഷ്യസ്ഥാനം എത്തുന്ന ഒരു വെളിച്ചം കാണിച്ച സന്ദർഭം ഈ ഹദീസിന്റെ അധ്യാപനങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്താണ് പ്രിയപ്പെട്ടവരെ? കറാമത്താണ്. പക്ഷേ ഈ കറാമത്ത് വെളിവാകുമ്പോ ഈ കറാമത്തിന് സാക്ഷിയായ സ്വഹാബികൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നത് കറാമത്താണ്, അള്ളാഹു നൽകുന്ന ബഹുമതിയാണെന്ന് ഈ സ്വഹാബികൾക്ക് മനസ്സിലായിട്ടില്ല. പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തപ്പോൾ മാത്രമാണ് ഇത് അല്ലാഹ് തങ്ങൾക്ക് നൽകിയ ഒരു കറാമത്താണ്, ഒരു ബഹുമതിയാണെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. മറ്റൊരു ചരിത്രം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഒരു സ്വഹാബി അതാ സുന്ദരമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വശ്യസുന്ദരമായ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം അങ്ങനെ തുടർന്നു പോന്നപ്പോ പുറത്തുനിന്ന് കുതിരയുടെ ആലയിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നു, അജ്ഞാതമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. അതെന്താണെന്നറിയുന്നതിന് വേണ്ടി ആ സ്വഹാബി വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അദ്ദേഹം ആകാശത്തേക്ക് നോക്കിയപ്പോ ആകാശത്ത് നിന്ന് വർണ്ണശബളമായ ഒരുപാട് വർണ്ണരാജികളുള്ള ഒരു മേഘമത ആകാശത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അദ്ദേഹം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ മേഘപാളിയത ആകാശത്തേക്ക് തന്നെ തിരിച്ചു പോകുകയാണ്. എന്താണ് സംഭവം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല, എന്താണ് കണ്ടതെന്നും മനസ്സിലായില്ല. പിറ്റേ ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വന്നിട്ട് ആ സ്വഹാബി ചോദിച്ചു. ആ സ്വഹാബിയോട് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണത് മലക്കുകളാണ് അങ്ങയുടെ പരിശുദ്ധ ഖുർആനിന്റെ വശ്യത കേട്ടുകൊണ്ട് എന്ന് റസൂൽ പറഞ്ഞു കൊടുത്തപ്പോൾ മാത്രമാണ് തന്റെ ഖുർആൻ പാരായണത്തെ, തന്റെ തിലാവത്തിനെ അള്ളാഹു ബഹുമാനിച്ചതാണ്, തനിക്ക് ഇത്തരത്തിലുള്ള കറാമത്ത് നൽകിയതാണെന്ന് ആ സ്വഹാബിക്ക് മനസ്സിലായി.
മനസ്സിലായത് പ്രിയപ്പെട്ടവരെ, കറാമത്തുകൾ ഒരുപക്ഷെ മനസ്സിലാവാൻ പോലും സാധ്യതയില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയുകയാണ്, അദ്ദേഹത്തെ കുറിച്ച് റസൂൽ പറയുകയാണ്, ഉമറിന്റെ സാന്നിധ്യമുള്ളിടത്ത് നിന്ന് പിശാച് ഓടിപ്പോകും. പിശാചിന്റെയും ഉമറിന്റെയും സാന്നിധ്യം ഒരേ സമയത്ത് ഒരേ സ്ഥലത്തുണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് ഉമറിന്റെ കറാമത്താണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണ്. അത് പ്രവാചകൻ പറയുന്നത് വരെ ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാൻ സാധിച്ചിട്ടില്ല, മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, കറാമത്ത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതൊരു മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളതുപോലെ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് അഹ്ലുസുന്നയുടെ വിശ്വാസത്തിനെതിരാണ്, അത് ഖുർആനിന്റെ അധ്യാപനത്തിനെതിരാണ്, അത് ഈ പറയുന്ന ഹദീസിന്റെ അധ്യാപനത്തിനെതിരാണ്. അതൊരിക്കലും നിങ്ങൾ കൊള്ളേണ്ടതില്ല, അത് തള്ളേണ്ടതാണ്. അത് വലാലത്തില്ലമായും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഔലിയാക്കൾ നമ്മൾ നിഷേധിക്കാൻ പോകേണ്ടതില്ല. ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ എന്റെ ആയത്തുകൾ ഓതി വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ, നിങ്ങൾ അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ മിത്രങ്ങൾ. അല്ലാഹുവിന്റെ പറഞ്ഞത് എന്തൊക്കെയാണ് അടയാളങ്ങൾ? ഒന്നാമത്തേത് അല്ലദീന ആമനു, ഈമാനിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തവരാണ്, കൃത്യമായ ഈമാൻ ഉള്ളവരാണ്. പ്രിയപ്പെട്ടവര് വൃത്തിയില്ലാത്തവരല്ല, മുടി മുറിക്കാത്തവരല്ല, കുളിക്കാത്തവരല്ല, നനക്കാത്തവരല്ല, മുടി ജട കെട്ടുന്നവരല്ല, നഖം മുറിക്കാത്തവരല്ല, അരികത്തുകൂടെ നടന്നു പോകുമ്പോ ദുർഗന്ധം കൊണ്ട് മൂക്ക് പിടിക്കേണ്ടി വരുന്നവരല്ല, നിസ്കരിക്കാത്തവരല്ല, നോമ്പെടുക്കാത്തവരല്ല. ഫർദ് നമസ്കാരത്തെ കുറിച്ച് ചോദിക്കുമ്പോ കയ്യിൽ ഇങ്ങനെ കാബാലയത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നവരല്ല അള്ളാഹുവിന്റെ ഔലിയാക്കൾ. പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണത്തിന്റെ ദിവസങ്ങൾ മുമ്പ് വരെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നിട്ടുണ്ട്. 2 ആഴ്ചക്കാലമാണ് പ്രവാചകൻ രോഗിയായി കിടന്നത്, രോഗാവസ്ഥയിൽ കിടന്നത്. ആ 2 ആഴ്ചയിൽ മിക്ക ദിവസത്തിലും ഭൂരിഭാഗം ദിവസത്തിലും 2 സ്വഹാബിമാരുടെ തോളത്ത് കൈവച്ചുകൊണ്ട് കാലുകൾ വലിച്ചിഴച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയുടെ മിഹ്റാബിലേക്ക് മുസ്ലിങ്ങൾക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ എത്തിയിട്ടുണ്ട്. അത്രത്തോളം വിട്ടുവീഴ്ച പ്രവാചകൻ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കാണിച്ചിട്ടില്ല. വുദൂ ചെയ്ത് ബോധം കെട്ട് ബോധം വന്നപ്പോ തന്റെ പ്രിയപത്നി ആയിഷയോട് റസൂലുള്ള ചോദിച്ചത് എന്താണെന്ന് അറിയുമോ? ജനങ്ങളെ ഇശാ നമസ്കരിച്ചോ, ജനങ്ങളെ ഇശാ നമസ്കരിച്ചോ? ആയിഷാ ബിവിയുടെ മറുപടി എന്താണ്? വഹും യന്തദുറൂന, കബരങ്ങയെ കാത്തിരിക്കുകയാണെന്ന് ആയിഷാ ബിവി മറുപടി പറയുകയാണ്. ആവർത്തിച്ച് ബോധം കെട്ട് ഒരു തരത്തിലും തന്റെ കാലുകൾ തനിക്ക് വഴങ്ങില്ല, തന്റെ ശരീരം തനിക്ക് വഴങ്ങില്ല എന്ന പൂർണ്ണ ബോധ്യം വന്നപ്പോ മാത്രമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ തയ്യാറായത്, ജമാഅത്ത് ഒഴിവാക്കാൻ തയ്യാറായത്. എന്നാൽ ഇന്ന് ഔലിയാക്കളായി പഠിപ്പിക്കപ്പെടുന്ന ആളുകൾ, ഔലിയാക്കളായി പരിചയപ്പെടുത്തുന്ന ആളുകൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരില്ല, പള്ളി ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കുക, ഈ ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ പടപ്പാരാണ്. മഹത്തായ ഒരു പ്രകൃതത്തിന്റെ ഉടമയാണ് താങ്കൾ എന്ന് സൃഷ്ടിച്ച തമ്പുരാൻ തന്നെ പറഞ്ഞ ആ ലോകത്തിന്റെ രക്ഷിതാവിന്റെ ദൈവദൂതനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പോലും ഇല്ലാത്ത പ്രത്യേകത ഔലിയാക്കൾക്ക് നൽകുന്നത്. കുളിക്കാത്തവരാണ്, നനക്കാത്തവരാണ്, ഭ്രാന്തന്മാരാണ്, പിച്ചുമ്പേയും പറയുന്നവരാണ്, പച്ചത്തെറി വിളിക്കുന്നവരാണ്, പച്ചയായി ശിർക്ക് ചെയ്യുന്നവരാണ്. കഴിക്കാൻ കയറി കഴിഞ്ഞാൽ അതിന്റെ പൈസ കൊടുക്കാൻ ബഹുവിന്റെ മിത്രങ്ങളായി പരിചയപ്പെടുത്തുന്നതെന്നാൽ യഥാർത്ഥ ഔലിയാക്കൾ ആരാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അവർ ഈ രീതിയിലുള്ള ആളുകളല്ല. ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമായവരാണ്, തഖ്വയുള്ളവരാണ്, കൃത്യമായി അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്, കൃത്യമായി പള്ളിയിലെത്തുന്നവരാണ്, ഹക്കും ബാത്തിലും നോക്കി സമ്പാദിക്കുന്നവരാണ്, സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നവരാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണ്, അദ്കാറുകൾ കൃത്യമായി പാലിക്കുന്നവരാണ്, പരിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ ദഅവത്തിന്റെ
പ്രബോധനത്തിന്റെ വീതിയിൽ അഹോരാത്രം പരിശ്രമിക്കുന്നവരാണ്. അവരാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ വലിയുകൾ എന്ന് പറയുന്നത്. വലിയുകളായ ആളുകൾ, അള്ളാഹുവിന്റെ മിത്രങ്ങളായ ആളുകൾ, അവർക്ക് അള്ളാഹു നൽകിയ കറാമത്തുകൾ, അവർക്ക് അള്ളാഹു നൽകിയ ബഹുമതികൾ ഒരിക്കലും പേരിനും പെരുമക്കും വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് ജീവിച്ച ഒരു താബിഈ ഉണ്ടായിരുന്നു. അവരെ സ്വഹാബിമാരെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചവർക്ക് പറയുന്ന പേരാണ് താബിഈകൾ എന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു താബിഈ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഉവൈസ് എന്നാണ്. അദ്ദേഹത്തിന്റെ ജന്മനാട് യമനാണ്. അദ്ദേഹത്തിന്റെ ഗോത്രം ഖർൻ ഗോത്രമാണ്. അദ്ദേഹത്തിന് പ്രവാചകനെ കണ്ട് ബൈഅത്ത് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സുഹബത്ത് നേടിയെടുക്കാൻ ഉവൈസുൽ ഖർനിക്ക് സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന്റെ കാരണം? അദ്ദേഹത്തിന്റെ ഉമ്മ രോഗിയായിരുന്നു, രോഗാവസ്ഥയിലായിരുന്നു. ആ ഉമ്മയെ പരിചരിക്കേണ്ടത് കാരണം ഉവൈസുൽ ഖർനിക്ക് പ്രവാചകന്റെ അടുത്തേക്ക് വരാനോ അള്ളാഹുവിന്റെ റസൂലിനെ ബൈഅത്ത് ചെയ്യാനോ സാധിച്ചിട്ടില്ല, സുഹബത്ത് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഉവൈസുൽ ഖർനിയെ കുറിച്ച് തന്റെ സ്വഹാബത്തിന് റസൂലുള്ള കൃത്യമായി മദീനയിലേക്ക് ഉവൈസുൽ ഖർനി വരികയാണെങ്കിൽ എന്റെ സലാം പറയണേ, എന്റെ അഭിവാദ്യം അർപ്പിക്കണേ, എന്നിട്ട് അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ പറയണേ, നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് ദുആ ചെയ്യിക്കണേ എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഉവൈസുൽ ഖർനി അല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ, ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ആകാശങ്ങളുടെ നാഥൻ ആ ആവശ്യം ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഉവൈസുൽ ഖർനിയുടെ ദുആ അതുപോലെ സ്വീകരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിന് ശേഷം വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഉവൈസുൽ ഖർനി വന്നില്ല. അവസാനം അദ്ദേഹത്തിന്റെ ഉമ്മയുടെ മരണശേഷം അതാ ഒരു ഉംറ സംഘത്തോടൊപ്പം, ഒരു ഹജ്ജ് സംഘത്തോടൊപ്പമോ ഉംറ സംഘത്തോടൊപ്പമോ ഉവൈസുൽ ഖർനി മദീനയിലേക്ക്, മക്കത്തേക്ക് വരികയാണ്. റസൂലിന്റെ ഈ ഒരു ഹദീസ് സ്വപ്നം എന്താണെന്നറിയുമോ? തന്റെ ഉമ്മാന്റെ മരണശേഷം അള്ളാന്റെ റസൂലിന്റെ നാടായ മദീനയിൽ ജീവിക്കുക എന്നതാണ്. ആ മദീനയിൽ കാലം കഴിക്കുക എന്നതാണ്. പക്ഷേ ജനങ്ങൾ അമിതമായി നൽകുന്ന ബഹുമാനം കാരണം, ജനങ്ങൾ അമിതമായി നൽകുന്ന ആദരവ് കാരണം, ജനങ്ങൾ അമിതമായി നൽകുന്ന പരിഗണന കാരണം ആ മഹാനായ മനുഷ്യൻ തന്റെ ഗതകാല സ്വപ്നം മാറ്റിവെക്കുകയാണ്, തന്റെ ചിരകാല സ്വപ്നം മാറ്റിവെക്കുകയാണ്. എന്നിട്ട് മദീനയിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുകയാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? ഈ ബഹുമാനം സഹിക്കാൻ കഴിയാഞ്ഞിട്ട്, ഈ ആദരവ് സഹിക്കാൻ കഴിയാഞ്ഞിട്ട്, അള്ളാഹു തനിക്ക് നൽകിയ ഇജാബത്ത് എന്ന് പറയുന്ന കറാമത്ത് കാരണം ജനങ്ങൾ തന്നെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും സഹിക്കാൻ കഴിയാതെ ഉവൈസുൽ ഖർനി മദീനയിൽ നിന്ന് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ചറിയാത്ത, അദ്ദേഹത്തിന്റെ ഈ പ്രത്യേകതയെ കുറിച്ചറിയാത്ത നാട്ടിലാണ് പിന്നീട് അദ്ദേഹം ജീവിച്ചു മരിക്കുന്നത്. ചരിത്രം നമുക്ക് എങ്ങനെയാണ് പറഞ്ഞു തരുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലും ചില ആളുകളുണ്ട്, ഉള്ളതും ഇല്ലാത്തതുമായ കറാമത്ത് കഥകൾ അവരെ കുറിച്ച് പറയുമ്പോ മൗനമായിട്ട് അതെല്ലാം അംഗീകരിച്ചു കൊടുക്കുകയാണ്, ആസ്വദിക്കുകയാണ്, അനുഭവിക്കുകയാണ്, ആനന്ദിക്കുകയാണ്, അനുഭൂതി എടുക്കുകയാണ്. എത്രത്തോളം പറയാൻ സാധിക്കുമോ അത്രത്തോളം പറയട്ടെ എന്ന നിലപാടാണ് എടുക്കുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിലപാട് എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? മദീനയിൽ സൂര്യഗ്രഹണം ഉണ്ടായ സംഭവം നമുക്കറിയാലോ. മദീനയിൽ സൂര്യഗ്രഹണം ഉണ്ടാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണ നമസ്കാരം നടത്തുകയാണ്. ആ ദിവസം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ മരിച്ചു വീഴുന്നത്. മരണപ്പെടുന്ന അതേ ദിവസം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകിയ പ്രവാചകന്റെ ഹൃദയം ഒരുപാട് വേദനിച്ചൊരു വിരഹമായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും ഒത്തു വന്നപ്പോ, അള്ളാഹുവിന്റെ റസൂലിന്റെ മകന്റെ മരണവും സൂര്യഗ്രഹണവും ഒരുമിച്ച് വന്നപ്പോ മദീനയിലെ ജനങ്ങളുടെ വിശ്വാസത്തിനാക്കം കൂടുകയാണ്. അവർക്കൊരാവേശം വരികയാണ്. ആരാണ്? സ്വഹാബിമാരാണ്, സ്വഹാബ വനിതകളാണ്. അവർക്കതാ വിശ്വാസമായ ഒരു ആവേശം വരികയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, കണ്ടോ, ഞങ്ങളുടെ പ്രവാചകന്റെ മകൻ മരണപ്പെട്ടപ്പോ സൂര്യന് പോലും ഗ്രഹണം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചില്ല, വിശ്വാസമല്ലേ കൂടട്ടെ, ഈമാനല്ലേ കൂടട്ടെ, എന്റെ അഭിമാനമല്ലേ കൂടട്ടെ എന്ന് പ്രവാചകൻ വിചാരിച്ചില്ല. അനർഹമായ ബഹുമാനവും ആദരവും മുളയിലെ നുള്ളിക്കളയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ദ്രുതഗതിയിൽ മിമ്പറിലേക്ക് കയറിയ പ്രവാചകനതാ ആ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ശംസ വൽ ഖമറ ആയതൈ
ആയതൈനി മിൻ ആയാതില്ലാ, നിശ്ചയം സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണമോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനമോ ആ സൂര്യചന്ദ്രാദികളുടെ ഉദയാസ്തമയങ്ങൾക്കോ ഗ്രഹണാദികൾക്കോ കാരണമാകുകയില്ല എന്ന് പറഞ്ഞ് അന്ധവിശ്വാസത്തിന്റെ മുളച്ചു പൊങ്ങുന്ന നാമ്പുകളെ മുളയിലെ നുള്ളിക്കളയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. തന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോ എഴുന്നേറ്റ് നിന്ന അനുയായികളോട് പ്രവാചകൻ പറഞ്ഞതെന്താണ്? ക്രിസ്ത്യാനികൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ അമിതമായ ബഹുമാനം നിങ്ങൾ എനിക്ക് നൽകിക്കൊണ്ട് വഴികേടിലേക്ക് പോകരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ കുറിച്ച് പെൺകുട്ടികൾ ഇങ്ങനെ പാട്ടുപാടുകയാണ്. ആ ജീവിതത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞ്, ആ ജീവിതത്തിന്റെ ത്യാഗനിർഭരമായ ഇന്നലകൾ പറഞ്ഞ്, ആ ജീവിതത്തിന്റെ സമർപ്പണ ബോധത്തിന്റെ ഉജ്ജ്വലതകൾ പറഞ്ഞുകൊണ്ട് പാട്ടുപാടുകയാണ്. റസൂലത് തടഞ്ഞില്ല. പക്ഷേ ആ കുട്ടികൾ അങ്ങനെ പാടിപ്പാടി ഞങ്ങളിലൊരു പ്രവാചകനുണ്ട്, നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ആ പ്രവാചകനെ കൃത്യമായി അറിയാമെന്ന വാക്കുകൾ ആ പെൺകുട്ടികൾ പാടിയപ്പോ റസൂലുള്ള പറയുകയാണ്, ഇതാണ് അതിന്റെ അതിര്, ഇതിന്റെ പുറത്തേക്ക് പോകരുത്. രഹസ്യങ്ങൾ അറിയുന്നവൻ ലോകത്തിന്റെ രക്ഷിതാവ് മാത്രമാണ്, അല്ലാഹു മാത്രമാണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടികളെ തിരുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകന്റെ ഈ ജീവിതവും ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഔലിയാക്കളെ കുറിച്ച് പറയുന്ന ഈ കറാമത്ത് കഥകളും നിങ്ങളൊന്ന് തുലനം ചെയ്തു നോക്കുക, നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കുക, നിങ്ങളൊന്ന് തട്ടിച്ചു നോക്കുക. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യത്യാസമാണ്, രാവും പകലും തമ്മിലുള്ള വ്യത്യാസമാണ്. അള്ളാന്റെ റസൂലിനോട് അല്ല പറയാൻ കൽപ്പിക്കുന്ന എന്താണെന്നറിയുമോ? ഖുൽ നബിയെ പറയുക, നബിയോട് പറയാൻ പറയുകയാണ്. ഖുൽ നബിയെ പറയുക, ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ ദർറൻ ഇല്ലാ മാഷാ അല്ലാഹ്. എന്റെ സ്വന്തത്തിന് പോലും ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. എന്റെ സ്വന്തത്തിന് പോലും ആരാണ് ഈ പറയുന്നത്? അള്ളാഹുവിന്റെ അർശ് വരെ യാത്ര ചെയ്ത, ഏഴാകാശങ്ങൾക്ക് പുറത്തേക്ക് യാത്ര ചെയ്ത റഈസുൽ മലായിക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത ആകാശലോകത്തിന്റെ സിദ്റത്തുൽ മുൻതഹായുടെ അതിരും കടന്നുകൊണ്ട് റബ്ബിനോട് നേരിട്ട് സംസാരിച്ച ലോകത്തിന്റെ രക്ഷിതാവിന്റെ ദൂതനാണ് പറയുന്നത്, ലാ അംലികു ലിനഫ്സി. എനിക്ക് രഹസ്യം അറിയാമായിരുന്നെങ്കിൽ, ഈ മഹാപ്രപഞ്ചത്തിന് നിഗൂഢതകൾ എനിക്കറിയാമായിരുന്നെങ്കിൽ, ഞാൻ എനിക്ക് വേണ്ടി ഒരുപാട് നന്മകൾ വർദ്ധിപ്പിച്ചേനെ, എന്നൊരു ബുദ്ധിമുട്ടും ബാധിക്കുമായിരുന്നില്ല. ഇന്നന ഇല്ലാ നദീറും വബശീറുൽ ലിഖൗമി യുഅ്മിനൂൻ. ഞാൻ വിശ്വസിക്കാൻ തയ്യാറാകുന്ന ജനതയ്ക്കുള്ള സുവിശേഷകനും മുന്നറിയിപ്പുകാരനും മാത്രമാണ് ഞാനെന്ന് ലോകത്തിന്റെ രക്ഷിതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പഠിപ്പിക്കുകയാണ്, പറയാൻ കൽപ്പിക്കുകയാണ്. നമ്മളെല്ലാം ഇന്നലെ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫ് ഉണ്ടല്ലോ, ആ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് ഏതാണ്? ഖുൽ നബിയെ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും. കൽപ്പിച്ചതാണ്. എനിക്കുള്ള പ്രത്യേകത എന്താണ്? യൂഹാ ഇലൈ, എനിക്കിതാ ദിവ്യബോധനം നൽകപ്പെടുകയാണ്. അന്നമാ ഇലാഹുക്കും ഇലാഹു, ഒരേ ഒരു റബ്ബ് മാത്രമാണ്, ഒരേ ഒരു ഇലാഹു മാത്രമാണെന്ന് ഞാനോട് പറയാൻ മാനുഷികമായ മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതെല്ലാം ഉണ്ടെന്ന് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ദുരന്തം എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതെല്ലാം യാദൃച്ഛികമായി നടക്കുന്നതാണെന്ന്? ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും സകല പ്രതിസന്ധികൾക്കും കാരണം അവർ തൗഹീദിൽ നിന്ന് അകന്നുപോയി എന്നതാണ്. അവർ ജിഹാദ് ചെയ്യാൻ തയ്യാറാകാഞ്ഞിട്ടില്ല, അവർ മരിക്കാൻ തയ്യാറാകാഞ്ഞിട്ടില്ല, അവർ ആയുധത്തിന് കോപ്പുകൂട്ടാഞ്ഞിട്ടില്ല. ഈ ലോകത്തിൽ നിന്ന് മമവാക്യം എന്താണെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ മോചനത്തിന്റെ ഫോർമുല എന്താണെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. ഈമാനുള്ളവരെ, നിങ്ങൾക്കിതാ ഞാൻ വാക്ക് നൽകുന്നു. അല്ലാഹുവിന്റെ വഅദ, നിങ്ങൾക്കിതാ ഞാൻ വാക്ക് നൽകുന്നു. എന്താണ് എന്റെ വാക്ക്? നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നായി സോർട്ട് ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്താണ്. എന്നിട്ട് അതിന്റെ പരിഹാരം അല്ലാഹു പറഞ്ഞിരുന്നു, കൃത്യമായ പരിഹാരം. എന്താ പരിഹാരം പ്രിയപ്പെട്ടവരെ? അല്ലാഹു പറയുന്നു, യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. നിങ്ങൾ എന്നെ ആരാധിക്കുക,
എന്നെ ആരാധിക്കുക. എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത രൂപത്തിൽ നിങ്ങൾ എന്നെ ആരാധിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം, ആ ദിവസം, ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടുമെന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല, മുസ്ലിങ്ങൾ ചിലപ്പോൾ ഈ ആയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അള്ളാന്റെ റസൂൽ എല്ലാം എനിക്ക് കൃത്യമായി അറിയാം. എന്റെ കുട്ടിയുടെ A to Z അറിയുന്ന ഒരാളാണ് വാപ്പ എന്ന് ഞാൻ, ഉമ്മ എന്ന എന്റെ ഭാര്യ. നിങ്ങളൊക്കെ അങ്ങനെയാണ്. അള്ളാഹു പറഞ്ഞത് എന്താണ്? സ്വന്തം മക്കളെ അറിയുന്നത് പോലെ ഈ പ്രവാചകന്റെ പ്രവാചകത്വത്തിന്റെ അടയാളത്തെ കുറിച്ച്, ആ പ്രവാചകത്വത്തിന്റെ സത്യതയെ കുറിച്ച്, ഈ ഗ്രന്ഥത്തിന്റെ സത്യതയെ കുറിച്ച് ഈ പറയുന്ന അറിഞ്ഞുകൊണ്ട് അവരതാ ചില വസ്തുതകളെ, ചില യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കുകയാണ്. അവർക്കറിയാം ഈ ഖുർആൻ പറയുന്നത് സത്യമാണ്, സത്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകത്വം ഏറ്റവും വലിയ സത്യമാണ്, അവർക്ക് കൃത്യമായി അറിയാം. പക്ഷേ അവർ അവരുടെ ചില ഈഗോ കാരണം, അഹങ്കാരം കാരണം മറച്ചു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ ഖുർആൻ കൃത്യമായി അവർ വായിച്ചിട്ടുണ്ട്. ഖുർആൻ മുസ്ലിങ്ങൾക്ക് നൽകുന്ന കൃത്യമായ മോചനത്തിന്റെ സമവാക്യങ്ങളെ കുറിച്ച് അവർ അഗാധ തലത്തിൽ പഠിച്ചിട്ടുണ്ട്, കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിനെ ആ മോചനത്തിന്റെ വഴിയിൽ നിന്ന് തടയുക വലിയ ലക്ഷ്യമാണ്. കാരണം എന്താണ് ആ മോചനത്തിലേക്ക്? എന്താണ് മോചനം? എന്താണ് മോചനം? അള്ളാഹു പറഞ്ഞ മോചനം എന്താണ്? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. തൗഹീദാണ്, അള്ളാഹുവിലേക്ക് മാത്രം തിരിയുക എന്നതാണ്. ഈ മോചനത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തരുത്. അതിന് ഏറ്റവും നല്ല മാർഗം എന്താണ്? അവർക്ക് മുൻഗാമികളായ സച്ചരിതരായ ജനങ്ങളോടുള്ള ബഹുമാനവും ആദരവും ചൂഷണം ചെയ്യുക എന്നതാണ്. അതിനെ ദുരുപയോഗം ചെയ്യുക എന്നതാണ്. അതിനെ ദുരുപയോഗം ചെയ്ത് അതിനെ തെറ്റായ ദിശയിലേക്ക് തിരിച്ചുവിട്ട് പ്രിയപ്പെട്ടവരെ എന്നിട്ട് ആരാധനയുടെ തലത്തിലേക്ക് അതിനെ എത്തിക്കുക എന്നതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സ്വപ്ന കഥകൾ പറയുന്ന, ഖറാമത്ത് കഥകൾ പറയുന്ന ഈ ഒരു സംഗതിയെ കുറിച്ച് വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, സൂഫിസത്തിന് വൻ പ്രചാരണം നൽകുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എവിടെ നിന്നാണ് ഇവർക്ക് ഫണ്ട്? എവിടെ നിന്നാണ്? ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള ആളുകൾ പ്രോഗ്രാമുകൾ വെക്കുമ്പോ ആ പന്തലും അവിടെ കൊടുക്കുന്ന ഭക്ഷണവും നമ്മ മൂക്കത്ത് വിരൽ വെച്ചു. നമ്മൾ അത്രമാത്രം സെറ്റപ്പിലാണ്, അത്രമാത്രം പ്രൊഫഷണൽ ആയിട്ടാണ് അവർ ഈ പ്രോഗ്രാമുകൾ നടത്തുന്നത്. എവിടെ നിന്ന് അവർക്ക് ഫണ്ട്? ആലോചിച്ചിട്ടുണ്ടോ? ഉമ്മത്തിന്റെ വിശ്വാസത്തെ കാർന്നു തിന്നതിനു വേണ്ടി, ഉമ്മത്തിന്റെ അടിവേരിളക്കുന്നതിന് വേണ്ടി, അടിമണ്ണിളക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള മനുഷ്യരുടെ പിറകിലുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അത് അവർ മുജാഹിദുകളാണെങ്കിലും മുജാഹിദുകളല്ലെങ്കിലും അവരോട് പറയാനുള്ളത്, മുജാഹിദുകൾ ഒരിക്കലും ഔലിയാക്കൾക്കെതിരല്ല, ഒരിക്കലും കറാമത്തിനെതിരല്ല, ഒരിക്കലും മുഅ്ജിസത്തിനെതിരല്ല, ഒരിക്കലും പ്രവാചകന്മാർക്കെതിരല്ല. ഞങ്ങളിൽ നിന്ന് പഠിക്കുക പ്രിയപ്പെട്ടവരെ. ഔലിയാക്കളെ നമ്മൾ ബഹുമാനിക്കേണ്ടത് അവരുടെ പാതകൾ പിൻപറ്റിയിട്ടാണ്. അള്ളാഹുവിന്റെ മിത്രങ്ങളായി ഒരാൾ മാറുക എന്നത് ഭ്രാന്തിലൂടെയോ പിച്ചുമ്പയും പറയുന്നതിലൂടെയോ അതുപോലെ തന്നെ മാനസിക രോഗത്തിലൂടെയോ അല്ല, ഈമാനിലൂടെയും തഖ്വയിലൂടെയും തൗഹീദിലൂടെയുമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ മക്കളെയും നമ്മുടെ അയൽവാസികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഹീദ് എന്ന യഥാർത്ഥ പരിഹാര മാർഗത്തിലൂടെ യഥാർത്ഥത്തിലുള്ള പരിഹാരം നേടിയെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.